Hi all, good evening. Hi. Okay. Hi. Good evening. Right. അപ്പോൾ ലിസൺ നമുക്കിന്ന് ആറ്റംസ് എന്നുള്ള ചാപ്റ്ററാണ് ഫിനിഷ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അറിയാം. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്ലസ് ടു ടോപ്പിക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ സിലബസിൽ ഇല്ലാതെ ഒരവസ്ഥ ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? റൈറ്റ്. ഓക്കെ. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ടോപ്പിക്കുകളൊക്കെ ഒന്ന് വേഗം പറഞ്ഞ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ? ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പഠിക്കാനുള്ളത് റുദർഫോർഡ്സ് ആറ്റം മോഡൽ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. റുദർഫോർഡ് ആറ്റം മോഡൽ എന്ന് പറയുന്ന സമയത്ത് റുദർഫോർഡ് ആറ്റം മോഡൽ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്തായിരുന്നു റുദർഫോർഡ് ആറ്റം മോഡൽ? അതായത് നമ്മൾ പറയുന്നുണ്ട് ഗോൾഡ് ന്യൂക്ലിയസിലേക്ക്, എന്തിലേക്ക്? ഗോൾഡ് ന്യൂക്ലിയസിലേക്ക് ZE, അതായത് അവിടെ എഴുതിയിരിക്കുന്ന ശ്രദ്ധിക്കുക എല്ലാവരും, ZE ഗോൾഡ് ന്യൂക്ലിയസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ആൽഫ പാർട്ടിക്കിളിനെ പറഞ്ഞയക്കുന്ന സമയത്ത് ആൽഫ പാർട്ടിക്കിളിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ 2E ആണ്. ആൽഫ പാർട്ടിക്കിളിൻ്റെ ചാർജ് എത്രയാണ്? 2E ആണ്. സോ ഈ ആൽഫ പാർട്ടിക്കിൾ നേരെ പോയിട്ട് ഈ ഗോൾഡ് ന്യൂക്ലിയസിലേക്ക് പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? കുറച്ച് ആൾക്കാർ, കുറേ ആൽഫ പാർട്ടിക്കിൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ ആൽഫ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഡിഫ്ലക്ഷനും കൂടാതെ അതിലൂടെ കടന്നുപോയി. ആൽഫ പാർട്ടിക്കിൾ കുറേ എന്ത് ചെയ്തു? ഈ ഒരു ഫിഗർ നിങ്ങൾ നോക്കിയാൽ മതി. ഈ ഫിഗർ എല്ലാവരും ശ്രദ്ധിക്കുക. കുറേ ആൾക്കാർ ഒരു ഡിഫ്ലക്ഷനും കൂടാതെ കടന്നുപോയി. പക്ഷേ ചില ആൾക്കാർക്ക് എന്ത് സംഭവിച്ചു? ഡിഫ്ലക്ഷൻ സംഭവിച്ചു. ചില ആൾക്കാർക്ക് എന്ത് സംഭവിച്ചു? ഡിഫ്ലക്ഷൻ സംഭവിച്ചു. കുറച്ച് ആൾക്കാർ ഈ ഡയറക്ഷനിലേക്കൊക്കെ ഡീവിയേറ്റ് ചെയ്തു. ദെൻ വളരെ കുറച്ച് ആൾക്കാർ നേരെ വന്ന് ഇവിടെ ഇടിച്ചു, അതേപോലെ തന്നെ തിരിച്ചു പോവുകയും ചെയ്തു. സോ റീട്രേസ് ചെയ്യപ്പെടുകയും ചെയ്തു. കുറേ ആൽഫ പാർട്ടികൾ, ആൽഫ പാർട്ടികൾ റീട്രേസ് ദ പാത്ത് എന്ന് പറയുന്ന സമയത്ത് ചില ആൽഫ പാർട്ടികൾ റീട്രേസ് ചെയ്തു. കുറേ ആൾക്കാർ ഒരു ഡിഫ്ലക്ഷനും കൂടാതെ അതിലൂടെ കടന്നുപോയി. ദെൻ വളരെ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തു? സം സ്കാറ്റേർഡ് അറ്റ് സ്മോൾ ആംഗിൾ. വളരെ കുറച്ച് ആൾക്കാർ സ്മോൾ ആംഗിൾ എന്ത് ചെയ്തു? സ്കാറ്റേർഡ് ചെയ്തു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. സോ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. റുദർഫോർഡ് ആറ്റം മോഡലിൽ നമ്മൾ പറയുന്നത് അതായത് ഗോൾഡ് ന്യൂക്ലിയസും ആൽഫ പാർട്ടിക്കിളും തമ്മിലൊരു എക്സ്പെരിമെൻറ്റ് നടത്തിയ സമയത്ത് ഈ ഗോൾഡ് ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ പോർഷനിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. ഇതാണ് വലിയ പോർഷൻ ഉണ്ടാവുക. ഇതാണ് ന്യൂക്ലിയസിൻ്റെ സറൗണ്ടിങ് ആയിട്ട് ഇലക്ട്രോൺസ് ഓർബിറ്റ് ചെയ്യുന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ ഒരു ആൽഫ പാർട്ടിക്കിൾ വന്നിരിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? കുറേ ആൾക്കാർ ഒരു ഡിഫ്ലക്ഷനും കൂടാതെ കടന്നുപോയി. വളരെ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തു? സ്കാറ്റേഡ് ചെയ്തു. അതിലും വളരെ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തു? റീട്രേസ് ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. വളരെ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തടാ? റീട്രേസ് ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യം ഓർക്കുക. ഇതാണ് റുദർഫോർഡിൻ്റെ എക്സ്പെരിമെൻറ്റ് നമ്മൾ പറയുന്നത്. ഇനി ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്, നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് ടേംസ് ഉണ്ട്, അതന്നെ ഞാൻ സ്പെസിഫൈ ചെയ്ത് പഠിച്ചാൽ മതി. ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്ന സമയത്ത്? വളരെ സിമ്പിളായിട്ടുള്ള ഒരു പോയിൻ്റാണ്. നമ്മൾ പറയുന്നുണ്ട് ഗോൾഡ് ന്യൂക്ലിയസിൻ്റെ സെൻട്രലാണല്ലോ നമ്മൾ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂക്ലിയസിൽ നമ്മൾ പറയുന്നു ZE, അതിൻ്റെ ചാർജ് എത്രയാണ്? ZE. അപ്പോൾ നമ്മുടെ ആൽഫ പാർട്ടിക്കിൾ 2E എന്നുള്ള ആൽഫ പാർട്ടിക്കിൾ ഇങ്ങനെ ഈ ഒരു കൈനറ്റിക് എനർജിയിൽ V വെലോസിറ്റി ഇങ്ങനെ വരുന്നതെന്ന് വിചാരിക്കും. ഇങ്ങനെ വരുന്ന സമയത്ത് അത് എന്ത് സംഭവിക്കും? ഈ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് ഇയാൾക്ക് എന്തുണ്ടാവും? റിപ്പൽഷൻ ഉണ്ടാവും. ഇതൊരു പോസിറ്റീവ് ചാർജാണ്, ഇതും എന്താണ്? പോസിറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജുകൾ നമ്മൾ എന്താ സംഭവിക്കുക? റിപ്പൽഷനാണ് ഉണ്ടാവുക. സോ ഈ 2E എന്നുള്ള ചാർജ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഈ ZE എന്നുള്ള ചാർജ് എന്ത് ചെയ്യും? അതിനെ റിപ്പൽ ചെയ്യും. ZE എന്നുള്ള ചാർജ് അതിനെ എന്ത് ചെയ്യടാ? റിപ്പൽ ചെയ്യും. ZE എന്നുള്ള ചാർജ് അതിനെ റിപ്പൽ ചെയ്യുന്ന സമയത്ത് ഇയാൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇവിടേക്ക് എത്താൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ സംഭവിക്കുക? ഇയാൾ റീട്രേസ് പോകും. ഇങ്ങനെ വന്ന് ഇവിടെ നിന്ന് തിരിച്ച് ഈ ഡയറക്ഷനിലേക്ക് ഇയാൾ തിരിച്ച് പോവുക ചെയ്യുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഇയാൾ നേരെ വന്നു, ഇവിടെ എത്തുന്നതിന് മുന്നേ തന്നെ ഇയാളെ സ്പീഡ് കുറഞ്ഞ് സ്പീഡ് 0 ആയി. തന്നെ എന്ത് സംഭവിച്ചു? ഇയാൾ തിരിച്ച് ആ വഴിക്ക് തന്നെ തിരിച്ച് പോവുക ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റ്, ഇയാൾക്ക് എന്തുണ്ടാവും? ഇയാൾ മൂവ് ചെയ്യുമ്പോൾ ഇയാൾക്ക് എന്തുണ്ടാവും? ഒരു കൈനറ്റിക് എനർജി ഉണ്ടാവും. ഈ കൈനറ്റിക് എനർജി എന്ത് സംഭവിക്കുന്നുണ്ട്? ഇതിൻ്റെ അടുത്തേക്ക് പോകുന്നതിനനുസരിച്ച് ഇതിൻ്റെ സ്പീഡ് കുറഞ്ഞ് ഒരു പോയിന്റ് എത്തുമ്പോൾ സ്പീഡ് എന്താവും? 0 ആവും. എന്നിട്ട് ഇയാൾ തിരിച്ച് ആ വഴിക്ക് തന്നെ തിരിച്ച് പോകുന്ന നമ്മൾ പറയാം. അപ്പോൾ ഞാൻ ചോദിക്കുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഇയാൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഒരു പോയിന്റ് എത്തുമ്പോൾ ഇയാളെ കൈനറ്റിക് എനർജി എന്തായിട്ടുണ്ടാവും? 0 ആയിട്ടുണ്ടാവും. വാട്ട് ഡു യു മീൻ ബൈ കൈനറ്റിക് എനർജി 0? കൈനറ്റിക് എനർജി 0 എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു പോയിന്റിൽ ഈ ഒരു ഡിസ്റ്റൻസിലാണ് ഇതിൻ്റെ കൈനറ്റിക് എനർജി എന്തായിരിക്കുന്നത്? ഇത് സ്റ്റോപ്പ് ആയിരിക്കുന്നത്. ഇനി തിരിച്ചു പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. സോ നമ്മൾ പറയുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. എനർജി എന്താവുന്നില്ല, നഷ്ടപ്പെടുന്നൊന്നുമില്ല. എനർജി എന്ത് ഫോമിലേക്ക് മാറും? കൈനറ്റിക് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു എന്ത് ഫോം ആയിരിക്കും? പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. കൈനറ്റിക് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു പൊട്ടൻഷ്യൽ എനർജി എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. സോ മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റ് അബൈക്ക് എല്ലാം പറയും, ശ്രദ്ധിച്ച് കേൾക്കുക. സോ കൈനറ്റിക് എനർജി ക്യാൻ ബി കൺവേർട്ടഡ് ഇൻറ്റു, രണ്ട് ചാർജുകൾ തമ്മിലുണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജിൻ്റെ ഇക്വേഷൻ എന്താ?
U is equal to 1/4πε0 into Q1 Q2 divided by R. ഇതാണ് രണ്ട് ചാർജുകൾ തമ്മിലുണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റ് എത്രയേ ഉള്ളൂ, ഈ ഒരു ചാർജ് 2E ആണ്, ഈ ചാർജ് ZE ആണ്. സോ അവിടെ ഉണ്ടാകുന്ന ഈ കൈനറ്റിക് എനർജി എന്ത് എനർജി ആയിട്ട് മാറി, പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറി. ഇതെന്നൊരു ചോദ്യം നമുക്ക് എക്സ്പെക്റ്റഡ് ആണ്. കൈനറ്റിക് എനർജി ഈസ് കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ഇൻറ്റു പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജിൻ്റെ ഇക്വേഷൻ മക്കളെ ഹാഫ് mv². വാട്ട് ഇസ് ഇക്വേഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി? 1/4πε0 ഇൻറ്റു Q1 എന്ന് പറയുമ്പോൾ 2E ആണ്, Q2 എന്ന് പറയുമ്പോൾ ZE ആണ്, ഡിവൈഡ് ബൈ R. സോ ഈ ഒരു ആറിനെ ഞാൻ R0 എന്ന് വിളിച്ചു. ഈ R0 എന്ന് വിളിക്കുന്ന പേരാണ് എന്ത്, ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. എന്താ വിളിക്കുക, ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. സോ വി ക്യാൻ സേ ദാറ്റ് R0 is equal to 1/4πε0 into 2E into ZE divided by half mv². വേറെ ഹാഫ് mv² എന്ന് പറഞ്ഞാൽ എന്താ, കൈനറ്റിക് എനർജി അല്ലേ. സോ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. എന്താ മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റ്, ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/2 mv². ഈ ഹാഫ് mv² പറഞ്ഞാൽ കൈനറ്റിക് എനർജി അല്ലേ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കൈനറ്റിക് എനർജിയാണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാസ് ആണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു v² ആണ്. എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു v² ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണല്ലോ? യെസ്. ഓക്കെ. സോ ഇതാണ് ഇവിടെ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു പോയിന്റ്. അപ്പോൾ മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റ് എന്താണ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. ഒരു പോസിറ്റീവ് ചാർജിന് അടുത്തേക്ക് വേറൊരു പോസിറ്റീവ് ചാർജ് വരുന്ന സമയത്ത് ഈ പോസിറ്റീവ് ചാർജിന് ഇതിൻ്റെ തൊട്ടടുത്ത് എത്താൻ പറ്റുന്ന, ഇവ തമ്മിൽ മാക്സിമം അടുത്തേക്ക് വരുന്ന സമയത്ത് ഇവ തമ്മിലുണ്ടാകുന്ന ഈ ഗ്യാപ്പിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. എന്താ സംഭവിക്കുന്നത്, ഈ വരുന്ന ചാർജിൻ്റെ കൈനറ്റിക് എനർജി എന്ത് എനർജി ആയിട്ട് മാറും, പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറും. കൈനറ്റിക് എനർജി ഈസ് കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ഇൻറ്റു പൊട്ടൻഷ്യൽ എനർജി. സോ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഈ രണ്ട് ഇക്വേഷൻസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് കിട്ടും. വെർ R0 is directly proportional to half mv² is directly proportional to 1/m is directly proportional to 1/v² എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, റൈറ്റ്. അപ്പോൾ അതൊരു പോയിന്റ് ക്ലിയർ ആണല്ലോ? യെസ് ഓർ നോ? യെസ്. ഓക്കെ. ഇപ്പോൾ നമ്മൾ പറയുന്ന പോയിന്റ് മനസ്സിലാക്കി വെക്കുക. ഈ ഒരു റിലേഷൻ നോക്കിക്കേ, റൈറ്റ്. യെസ്. ഇത് റീസെൻ്റ് ഇയറിൽ നീറ്റ് എക്സാമിന് ഇങ്ങനത്തെ ഒരു ചോദ്യം ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വന്നായിരുന്നു. അപ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഒന്ന് സെലക്ട് ചെയ്ത് വെച്ചു എന്നേ ഉള്ളൂ. ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കാം, ഇവിടെയും ചോദിക്കാം, റൈറ്റ്. ആ ക്വസ്റ്റ്യൻ ഒന്ന് വെറുതെ വായിച്ചു നോക്കുക. ഓക്കെ, ഒന്ന് ക്വസ്റ്റ്യൻ എന്തായിരുന്നു വായിച്ചു നോക്കിയേ. വെൻ ആൻ ആൽഫ പാർട്ടിക്കിൾ ഓഫ് മാസ് m മൂവിങ് വിത്ത് വെലോസിറ്റി v ബോംബാർഡ്സ് ഓൺ എ ഹെവി ന്യൂക്ലിയസ് ഓഫ് ചാർജ് ZE. അപ്പോൾ നമുക്കറിയാം ബോംബാർഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ചാർജ് എത്രയാണ്, ZE ആണ് ഇതിൻ്റെ ചാർജ്. ഇറ്റ്സ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് ഫ്രം ദ ന്യൂക്ലിയസ് ഡിപ്പെൻഡ്സ് ഓൺ മാസ് m എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ആൽഫ പാർട്ടിക്കിളിൻ്റെ ചാർജ് 2E ആണ്. ഇത് ഇവിടേക്ക് വന്നിരിക്കുന്ന സമയത്ത് ഈ ഒരു പോയിന്റ് വരെ എത്തുന്ന സമയത്ത് കൈനറ്റിക് എനർജി എന്ത് എനർജി ആയിട്ട് മാറും, പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുന്ന കണ്ടീഷനാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ കൈനറ്റിക് എനർജി ഈസ് കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ടു പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ്. അപ്പോൾ എല്ലാവരും നമ്മളിപ്പോൾ പറഞ്ഞ റിലേഷൻ ഒന്നുകൂടി പറഞ്ഞു നോക്കുക. എന്താണ്, ഹാഫ് mv² is equal എന്തായിട്ട് മാറുടാ, 1/4πε0 into 2E into ZE divided by R0, where R0 is directly proportional to 1/m എന്ന് നമ്മൾ പഠിച്ചതല്ലേ. സോ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇവിടെ നിന്നൊക്കെ ചോദ്യം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നുള്ള കാര്യം ക്ലിയർ ആക്കി വെക്കുക. എടാ ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. ലിസൺ, നെക്സ്റ്റ് വൺ ഈസ് ഇമ്പാക്ട് പാരാമീറ്റർ. മക്കളെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട റുദർഫോർഡ് മോഡലിൻ്റെ രണ്ടാമത്തെ പോയിന്റ് ആണ് എന്ത്, ഇമ്പാക്ട് പാരാമീറ്റർ. എന്താണ് ഇമ്പാക്ട് പാരാമീറ്റർ? അതായത് ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കുക നിങ്ങൾ. അതായത് നമ്മൾ പറഞ്ഞു മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിളിന് എന്ത് സംഭവിക്കുന്നുണ്ട്, ഒരു ഡിഫ്ലക്ഷനും കൂടാതെ അയാൾ കടന്നു പോവുകയല്ലേ ചെയ്യുന്നത്. ഒരു ഡിഫ്ലക്ഷനും കൂടാതെ കടന്നു പോകുന്ന കണ്ടീഷനാണ് നമ്മൾ മാക്സിമം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ചില ആൾക്കാർക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്, ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നുണ്ട്. ചില ആൾക്കാർ ചെറിയ രീതിയിൽ സ്കാറ്റർ ചെയ്ത് പോകുന്നുണ്ട്, ചില ആൾക്കാർ വലിയ രീതിയിൽ, അതായത് എങ്ങനെയാണോ വരുന്നത് ആ വഴിക്ക് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ചു പോകുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഇമ്പാക്ട് പാരാമീറ്ററിൻ്റെ ഡെഫിനിഷൻ പറയുന്ന സമയത്ത് ഇങ്ങനെയാണ് നമ്മൾ പറയാം. അതായത് ന്യൂക്ലിയസിൻ്റെ ആക്സിസിൽ നിന്ന് നമ്മുടെ ഓരോ ആൽഫ പാർട്ടിക്കിളുടെ വെലോസിറ്റി, ഓരോ ആൽഫ പാർട്ടിക്കിളിലേക്കും നമ്മൾ എടുത്തിരിക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഇമ്പാക്ട് പാരാമീറ്റർ. ന്യൂക്ലിയസിൽ നിന്ന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഇമ്പാക്ട് പാരാമീറ്റർ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. എന്താ ഇമ്പാക്ട് പാരാമീറ്റർ പറഞ്ഞാൽ പോയിന്റ് എന്താ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ എന്താ പറഞ്ഞിരിക്കുന്നത്. ന്യൂക്ലിയസിൻ്റെ ആക്സിസിൽ നിന്ന് ഓരോ വെലോസിറ്റി വെക്ടറിലേക്ക് നമ്മൾ വരയ്ക്കുന്നത് ആക്സിസിൽ നിന്നുണ്ടാവുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഇമ്പാക്ട് പാരാമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ പോവുകയാണെ, ഇതൊരു ന്യൂക്ലിയസ് ആണെന്ന് വിചാരിക്കുക, ഒരു വെലോസിറ്റി വെക്ടർ ഇങ്ങനെ വന്നു എന്ന് വിചാരിക്കുക, എന്നിട്ട് അതേ വഴിക്ക് തിരിച്ചു പോയി. ഇങ്ങനെ വന്ന് തിരിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, തിരിച്ചു പോകുന്ന സമയത്ത് അതാണല്ലോ അവിടെ ഉണ്ടായ സ്കാറ്ററിങ്.
അപ്പോൾ നേരെ വന്ന ആൾ തട്ടി അതേ ഇയാൾക്ക് പോകാൻ പറ്റാതെ ഇയാൾ തിരിച്ചു പോയി. സോ ഇവിടുത്തെ ഇമ്പാക്റ്റ് പാരാമീറ്റർ നമ്മൾ എങ്ങനെ മാർക്ക് ചെയ്യുക? ഇതല്ലേ ആക്സിസ് ഉണ്ടാവുക. ഈ ആക്സിസിൽ നിന്നുണ്ടാവുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ ലൈനിലേക്ക് പിന്നെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടാവുമോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇങ്ങനെ വരുന്ന ലൈന് തിരിച്ച് ഇതേപോലെ തന്നെ പോയി, ഇങ്ങനെ വന്ന ആൾ അതേപോലെ തന്നെ തിരിച്ചു പോയെന്ന് വിചാരിക്കും. അങ്ങനെ സ്കാറ്ററിങ് സംഭവിച്ച വെലോസിറ്റി വെക്ടറിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ നിന്ന് അതേ ലൈനിൽ കിടക്കുമ്പോൾ അവിടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമുക്ക് വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. സോ അവിടെ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് പാരാമീറ്ററിൻ്റെ വാല്യൂ എന്തായിരിക്കും? കൂടെ 0 ആയിരിക്കും. ഇമ്പാക്റ്റ് പാരാമീറ്ററിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. എപ്പോഴാണ് ഇമ്പാക്റ്റ് പാരാമീറ്റർ 0 ആവുക? ഇതാണ് ചോദിക്കാൻ പോകുന്ന ചോദ്യം. എന്താണ് ഇമ്പാക്റ്റ് പാരാമീറ്റർ എപ്പോഴാണ് 0 ആവുക? അതായത് നിങ്ങൾ ഓർത്ത് വെക്കണം, ഹെഡ് ഓൺ കൊളീഷൻ എന്ന് വേണമെങ്കിൽ പറയാം. എന്താ പറയാം? ഹെഡ് ഓൺ കൊളീഷൻ. നേരെ വന്ന് ഇടിച്ച് തിരിച്ച് റീട്രേസ് ചെയ്ത് പോകുന്ന കണ്ടീഷനാണ് നമ്മൾ പറയുന്നത് ഹെഡ് ഓൺ കൊളീഷൻ. അല്ലെങ്കിൽ നമുക്ക് പറയാം തീറ്റ 180 ഡിഗ്രി ആയിരിക്കണം. തീറ്റ എത്രയായിരിക്കണം? 180 ഡിഗ്രി ആയിരിക്കണം. ഹെഡ് ഓൺ കൊളീഷൻ ഓർ തീറ്റ 180 ഡിഗ്രി ആവുന്നതിനെ വിളിക്കുന്ന പേരാണ്. ആ സമയത്താണ് ഇമ്പാക്റ്റ് പാരാമീറ്റർ എന്താവുക? 0 ആവുക എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. റൈറ്റ്. ഇനി നിങ്ങൾ പഠിക്കേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇമ്പാക്റ്റ് പാരാമീറ്ററിൻ്റെ ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിക്കണം. എല്ലാവരും ഇക്വേഷൻ ഒന്ന് പറഞ്ഞു നോക്കിയേ. B is equal to 1/4 pi epsilon 0 Z E square cot theta by 2 എന്നുള്ള ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ എല്ലാവരും ബൈ ഹാർട്ട് പഠിക്കാം. സോ പറഞ്ഞ പോയിന്റ് ഇമ്പാക്റ്റ് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ആക്സിൽ ഉണ്ടാവുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഇമ്പാക്റ്റ് പാരാമീറ്റർ 0 ആവുന്നത് ഹെഡ് ഓൺ കൊളീഷനിലാണ്. ഹെഡ് ഓൺ കൊളീഷൻ എന്ന് പറയുന്ന സമയത്ത് തീറ്റ 180 ഡിഗ്രി ആയിരിക്കണം. ദെൻ ഇമ്പാക്റ്റ് പാരാമീറ്ററിൻ്റെ ഇക്വേഷൻ 1/4 pi epsilon 0 ഇൻറ്റു Z E square cot theta by 2 ഡിവൈഡ് ബൈ ഹാഫ് MV square എന്നുള്ള ഇക്വേഷൻ. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചെന്ന് വിചാരിക്കുന്നു. യെസ്. എടാ ക്ലിയർ ആണോ? ഈ പറഞ്ഞ പോയിന്റ്സുകളൊക്കെ ക്ലിയർ ആണോ? യെസ്. ഒന്ന് ടൈപ്പ് ചെയ്തേ. യെസ് ഒന്ന് ടൈപ്പ് ചെയ്തേ. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്നൊന്ന് പറയടാ. ഓക്കെ. യെസ്. ഓക്കെ. റൈറ്റ്. കുറേ പോർഷൻസ് നിങ്ങൾക്ക് ഒഴിവാക്കി കുറേ പോർഷൻസ് ഉണ്ട് തോന്നുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്യുക. എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യുക. യെസ്. ഓക്കെ. ഓക്കെ ലിസൺ. എടാ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കുക. ഈ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് വേഗം പറഞ്ഞേ. ഇൻ റുദർഫോർഡ് സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് വാട്ട് വിൽ ബി ദ കറക്റ്റ് ആംഗിൾ ഫോർ ആൽഫ സ്കാറ്ററിംഗ് ഫോർ ആൻ ഇമ്പാക്ട് പാരാമീറ്റർ ബി ഈസ് ഈക്വൽ ടു 0? ഇമ്പാക്റ്റ് പാരാമീറ്റർ 0 ആവണമെങ്കിൽ എന്തായിരിക്കണം തീറ്റ? ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഇമ്പാക്റ്റ് പാരാമീറ്റർ 0 ആവണമെങ്കിൽ തീറ്റ എന്തായിരിക്കണം? തീറ്റ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ആയിരിക്കണം ഇമ്പാക്റ്റ് പാരാമീറ്റർ 0 ആവുമ്പോൾ. ഇമ്പാക്റ്റ് പാരാമീറ്റർ 0 ആവുമ്പോൾ ആ കൊളീഷൻ നമ്മൾ വിളിച്ച പേരെന്താ? ഹെഡ് ഓൺ കൊളീഷൻ. എന്താ വിളിക്കുക? ഹെഡ് ഓൺ കൊളീഷൻ. ദാറ്റ് മീൻസ് ഇതിൻ്റെ ആൻസർ എന്താ പറയുക? ഇതിൻ്റെ ആൻസർ എന്താ പറയുക? വേഗം പറഞ്ഞേ. 180 ഡിഗ്രി. ഞാൻ നിങ്ങൾ വേഗം കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ. ഈ കാര്യങ്ങൾ പറഞ്ഞതെന്ന് വെച്ചിട്ടാണ് ടോപ്പിക്ക് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ കൂടി ഒന്ന് വേഗം ചെയ്യാം കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ബോർ മോഡലാണ്. എന്താ ബോർ മോഡൽ? അതായത് റുദർഫോർഡിൻ്റെ മോഡലിന് 2-3 എന്തുണ്ടായിരുന്നു? ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ആ ലിമിറ്റേഷൻസ് ഓവർകം ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാർട്ട് മാത്സ് ക്ലാസ്സസ് ആൻഡ് GT. ഓക്കെ പറയാം. ഓക്കെ. സോ ബോർ ആറ്റം മോഡലിൽ നമുക്ക് എല്ലാ ടോപ്പിക്കുകളും വേണ്ടേ? അപ്പോൾ അതിൻ്റെ എനിക്ക് തോന്നുന്നു അത് ചാർട്ടഡ് ആണ്. ടൈം ടേബിൾ കാര്യങ്ങൾ ഫിക്സ് ആയിട്ട് ഇങ്ങനെ ഓരോ ദിവസം ഓരോന്നായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ലിസൺ, ബോർ ആറ്റം മോഡൽ എന്ന് പറയുന്ന സമയത്ത് മനസ്സിലാക്കി വെക്കുക. ഈ റുദർഫോർഡിൻ്റെ മോഡൽ പറയുന്ന സമയത്ത് റുദർഫോർഡിൻ്റെ മോഡൽ പറയുമ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്താ? റുദർഫോർഡിൻ്റെ മോഡൽ പറയുന്ന സമയത്ത് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 3 പോസ്റ്റുലേറ്റ്സ് ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? മെജോറിറ്റി പാസ് ചെയ്യുന്നത് ഒരു ഡിഫ്ലക്ഷനും ഇല്ല. അതാണ് വളരെ കുറച്ച് ആൾക്കാർ ഡിഫ്ലക്ഷൻ സംഭവിച്ചു. വളരെ കുറച്ച് ആൾക്കാർക്ക് എന്ത് ചെയ്തു? റീട്രേസ് ചെയ്തു പോയി എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അപ്പോൾ വളരെ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തു? റീട്രേസ് ചെയ്തു പോയി എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞു 2 ക്വാണ്ടിറ്റീസ്. ഏതൊക്കെ 2 ക്വാണ്ടിറ്റീസ്? ഒന്ന് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ചിൻ്റെ കണ്ടീഷൻ എന്താ? കൈനറ്റിക് എനർജി ഈസ് കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ഇൻടു പൊട്ടൻഷ്യൽ എനർജി. ദെൻ എന്താ ഇമ്പാക്ട് പാരാമീറ്റർ? ആക്സിസിൽ നിന്നുണ്ടാവുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഇമ്പാക്ട് പാരാമീറ്റർ. ഇമ്പാക്ട് പാരാമീറ്ററിൽ ഒരു കാര്യം ഞാൻ ആലോചിച്ച് വെക്കാൻ പറഞ്ഞു. എന്താ പറഞ്ഞിരിക്കുന്നത്? ഹെഡ് ഓൺ കൊളീഷൻ ആവുന്ന സമയത്ത് ഇമ്പാക്ട് പാരാമീറ്റർ 0 ആയിരിക്കും. തീറ്റ എത്ര ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും എന്നുള്ള പോയിന്റ്. യെസ്. ക്ലിയർ ആണല്ലോ? ഇനി 2 കാര്യങ്ങളാണ് പഠിപ്പിക്കേണ്ടത്. ഫസ്റ്റ് പോസ്റ്റുലേറ്റ് ആൻഡ് സെക്കൻഡ് പോസ്റ്റുലേറ്റ്. അതായത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ന്യൂക്ലിയസിൽ ഉണ്ടാവുന്ന ആളാണല്ലോ നമ്മുടെ ചാർജ് ZE. ന്യൂക്ലിയസിൻ്റെ ചാർജാണ് ZE. Z മീൻസ് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ. റൈറ്റ്. ഇനി ഇതാണ് എന്ത്? ഇലക്ട്രോൺ എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ എന്നുള്ള ഇലക്ട്രോണ് ഈ ഒരു അറ്റോമിക് നമ്പറിന് ന്യൂക്ലിയസിന് ചുറ്റും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റിവോൾവ് ചെയ്യുന്നുണ്ട്. എടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. റിവോൾവ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് റിവോൾവ് ചെയ്യുമ്പോൾ എന്ത് വേണം? സെൻട്രിപെഡൽ ഫോഴ്സ് വേണ്ടേ? റിവോൾവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരാൾ ഇങ്ങനെ കടന്ന് കറങ്ങണമെങ്കിൽ അവ തമ്മിൽ എന്ത് വേണം? സെൻട്രിപെഡൽ ഫോഴ്സ് വേണം. വാട്ട്സ് ഇക്വേഷൻ ഫോർ സെൻട്രിപെഡൽ ഫോഴ്സ്?
സെൻട്രിപിറ്റൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു mv²/r. സെൻട്രിപിറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ? mv²/r. ഞാൻ ചോദിക്കുകയാണ്, ഈ ഇലക്ട്രോണിനെ ഈ ന്യൂക്ലിയസ് ഇതിന് ചുറ്റും കറക്കാൻ വേണ്ടിയിട്ട് ഒരു സെൻട്രിപിറ്റൽ ഫോഴ്സ് വേണം. ആ സെൻട്രിപിറ്റൽ ഫോഴ്സ് എവിടെ നിന്ന് കിട്ടുന്നു? ആരാണ് ഇവിടെ സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുക? നിങ്ങൾ പറ, ആരവിടെ സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുക? ഈ ഇലക്ട്രോൺ ഈ ന്യൂക്ലിയസിന് ചുറ്റും കടന്ന് കറങ്ങുന്നുണ്ട്. ഇങ്ങനെ കടന്ന് കറങ്ങാൻ വേണ്ടി ആരാണ് ഇവിടെ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്? ഒന്ന് പറഞ്ഞു നോക്കിക്കേ വേഗം. ആരാ ഇവിടുത്തെ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്? കൂളോം ഫോഴ്സ് ആണ്. എന്താ മക്കളെ? കൂളോം ഫോഴ്സ്. കൂളോം ഫോഴ്സ് ആണ് ഇവിടുത്തെ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതായത് അട്രാക്ട് ചെയ്യും. ഇതിങ്ങനെ കടന്ന് ഇവ തമ്മിലുണ്ടാകുന്ന കൂളോംബിക് ഫോഴ്സ് ആണ് എന്തായിട്ട് മാറുന്നത്? സെൻട്രിപിറ്റൽ ഫോഴ്സ് ആയിട്ട് മാറുന്നത്. സോ ഇവിടെ ഉണ്ടാകുന്ന സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? Fc ഈക്വൽ ടു സെൻട്രിപിറ്റൽ ഫോഴ്സ് mv²/r ആണ്. ഈ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആയിട്ട് ആരാ മാറുന്നത്? F ആണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. എന്താ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്? 1/4πε0 ഇൻറ്റു ZE ഇൻറ്റു E ഡിവൈഡഡ് ബൈ ഇവ തമ്മിലുണ്ടാകുന്ന ഈ ദൂരമാണ് r. ഇതിനെ റേഡിയസ് എന്ന് വിളിക്കാം, r². സോ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്താൽ mv²/r ഇസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു ZE²/r². ഇതാണ് നമ്മൾ പഠിക്കേണ്ട ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ്. എന്താ ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ്? ബോർ മോഡൽ പറഞ്ഞിരിക്കുന്നത് സ്റ്റേഷനറി ഓർബിറ്റിൽ കടന്ന് ഇലക്ട്രോൺസ് കടന്ന് കറങ്ങുന്നുണ്ട്. ആ കറങ്ങുന്ന ഇലക്ട്രോൺസിൻ്റെ കറങ്ങാൻ വേണ്ടി സെൻട്രിപിറ്റൽ ഫോഴ്സ് ആയിട്ട് ആര് ആക്ട് ചെയ്യുന്നു? കൂളോംബിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. സോ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക. എന്താണ്? സെൻട്രിപിറ്റൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 1/4πε0. ദാറ്റ് മീൻസ് കൂളോം ഫോഴ്സുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം. ഇനി സെക്കൻഡ് പോസ്റ്റ്ലേറ്റ് എന്താ? ആംഗുലാർ മൊമെൻറ്റം ഈസ് ആൻ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π എന്നല്ല പഠിച്ചിരിക്കുന്നത്. ആംഗുലാർ മൊമെൻറ്റം ഈസ് ആൻ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. ആംഗുലാർ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു nh ഡിവൈഡഡ് ബൈ 2π, വേർ n എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പേഴ്സ് 1, 2, 3, 4 നമ്മൾ പഠിച്ചിരിക്കുന്നത്. വേർ L ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു h/2π ഓർ L ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി ബോർ മോഡൽ വാലിഡ് ആയിരിക്കുന്ന ബോർ മോഡൽ ആർക്കാണ് വാലിഡ് ആവുക? ഒരു ഇലക്ട്രോൺ ഉള്ള ആൾക്കാർക്കാണ് ബോർ മോഡൽ വാലിഡ് ആയിരിക്കുക. NCERT മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആരൊക്കെ അറിയാം നിങ്ങൾക്ക്? ഹൈഡ്രജൻ ആറ്റം, He+, Li++. ഈ 3 ആൾക്കാർക്കാണ് NCERT നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഹൈഡ്രജൻ, He+, Li++. ഈ 3 ആൾക്കാർക്കാണ് നമ്മൾ പറയുന്നത് എന്ത്? ബോർ മോഡൽ വാലിഡ് ആയിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹൈഡ്രജനെ പോലെയുള്ള എല്ലാവർക്കും എന്താണ്? ബോർ മോഡൽ വാലിഡ് ആണ്. ഒരു ഇലക്ട്രോൺ ഉള്ള എല്ലാവർക്കും ബോർ മോഡൽ വാലിഡ് ആണ്. സോ ഇങ്ങനൊരു ചോദ്യം വന്നാൽ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും വരിക? നിങ്ങളൊന്ന് പറഞ്ഞേ. ഫോർ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ബോർ മോഡൽ ഈസ് നോട്ട് വാലിഡ്? ഒന്ന് എല്ലാവരും ആൻസർ പറഞ്ഞേ. ഇതിൽ ഏതിനാണ് ബോർ മോഡൽ വാലിഡ് അല്ലാതിരിക്കുക? സിംഗ്ലി അയണൈസ്ഡ് ഹീലിയം ആറ്റം ഇതിന് പറ്റില്ലേ? യെസ്, ഇതിന് പറ്റും. ഡ്യൂട്രോൺ ആറ്റം എന്ന് പറയുമ്പോൾ H12 ആണ്. ഇതിലുണ്ടാവുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്? 1 തന്നെയാണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 1 തന്നെയാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. ദെൻ ഹൈഡ്രജൻ ആറ്റത്തിനും എന്ത് ചെയ്യും? പറ്റും. ഹൈഡ്രജൻ ആറ്റം, ഡ്യൂട്രോൺ ആറ്റം, സിംഗ്ലി അയണൈസ്ഡ് ഹീലിയം ആറ്റം, ഇതിനൊക്കെ എന്ത് ചെയ്യടാ? ഇതൊക്കെ പറ്റും. നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ആർക്ക് പറ്റത്തില്ല? സിംഗ്ലി അയണൈസ്ഡ് നിയോൺ ആറ്റത്തിന് പറ്റില്ല. നിയോണിൻ്റെ അറ്റോമിക് നമ്പർ നിങ്ങൾക്ക് അറിയാലോ. അതെന്തായാലും 10ൻ്റെ നിയറിൽ 10 ഇടല്ലേ വരുന്നത്? നിയോൺ വരുന്നത് 8 or 10 അങ്ങനെ ഒന്നാണ് വരുന്നത്. സോ ആൻസർ എന്താ വരിക? സിംഗ്ലി അയണൈസ്ഡ് നിയോൺ ആറ്റമാണ് എന്ത് വരിക? ഇതിൻ്റെ ആൻസർ വരിക. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കി വെക്കുക, ബോർ മോഡൽ ആർക്കൊക്കെ വാലിഡാണ്? ബോർ മോഡൽ വാലിഡ് ആയിരിക്കുന്നത് ഒരു ഇലക്ട്രോൺ ഉള്ള ആൾക്കാർക്ക്, ഹൈഡ്രജനെ പോലുള്ള ആൾക്കാർക്ക് മാത്രമേ ബോർ മോഡൽ വാലിഡ് ഉള്ളൂ. ഏതൊക്കെയാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്? ഹൈഡ്രജൻ ആറ്റമാണ്, അതേപോലെ തന്നെ Li++ ആണ്, He+ എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഈ പറഞ്ഞ പോയിന്റ്സ് ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ യെസ് അടിയടാ. യെസ് ഓർ നോ? യെസ് ഓർ നോ? യെസ്. ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് നിയോണ്ടത് 10 അല്ലേ പറയുന്നത്? 10 ആണ്. അപ്പോൾ Ni+ എന്ന് പറയുന്ന സമയത്ത് 9 ആയിരിക്കും. ഒരാളെ കളഞ്ഞ കണ്ടീഷൻ. യെസ്. എടാ ഇനി നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. അതായത് റേഡിയസ്, വെലോസിറ്റി, ടൈം പീരീഡ്, ഫ്രീക്വൻസി, കറണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഡൈപോൾ. പേര് കാണുമ്പോൾ തന്നെ വേജാറാവേണ്ട ആവശ്യമില്ല, മനസ്സിലാക്കി വെക്കുക, പറഞ്ഞുതരാം. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. റേഡിയസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്ന സമയത്ത് ഓർത്ത് വെക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം, R is equal to R0 into n² divided by Z. n² divided by Z ആണ് നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ. വേർ R0 എന്ന് പറഞ്ഞാൽ 0.53 ആങ്സ്ട്രോങ് ആണ്. നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഇതാണ്. റേഡിയസിൻ്റെ ഇക്വേഷൻ R is equal to R0 into n² divided by Z. സാർ ആ 3 എലമെൻറ്റ്സ് മാത്രമേ കാണിക്കുള്ളൂ എന്നല്ല പറയുന്നത്. ഹൈഡ്രജനെ പോലുള്ള ആളുകളാണ് എന്ത് ചെയ്യുക? കാണിക്കുക. ഹൈഡ്രജനെ പോലുള്ള ആൾക്കാർ കാണിക്കും. NCERT ഈ 3 ആൾക്കാരെ നന്നായി സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ 3 ആൾക്കാരെ ഓർത്ത് വെക്കാനാണ് പറഞ്ഞത്. ഹൈഡ്രജനെ പോലുള്ള പറഞ്ഞാൽ ഒരു ഇലക്ട്രോണുള്ള എല്ലാവരും കാണിക്കും. ദാറ്റ്സ് ഇറ്റ്.
ഹൈഡ്രജനെ പോലെ ഈ ഒരു 3 ആൾക്കാരാണ് എപ്പോഴും കാണിക്കാറുള്ളത്. ബാക്കി ഇനി ആരെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ കൂടി പ്രശ്നമൊന്നുമില്ല. ഹൈഡ്രജനെ പോലുള്ള ആൾക്കാരൊക്കെ കാണിക്കും. ഹൈഡ്രജൻ മീൻസ് ഒരു ഇലക്ട്രോൺ ഉള്ള ആൾക്കാരൊക്കെ കാണിക്കും എന്നുള്ള കാര്യം ഓർത്ത് വെച്ചാൽ മതി. ഈ 3 ആൾക്കാരെ നിങ്ങൾ ഓർത്ത് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ലിസൺ R0 is equal to 0.53 ആങ്സ്ട്രോം. ഇതാണ് പഠിക്കേണ്ട ഫസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, റേഡിയസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n² അല്ലേ. എടാ ഞാൻ വേറെ കാര്യം പറയാം. ഈ 3 ആൾക്കാർ എടുക്കുന്ന സമയത്ത് ഹൈഡ്രജൻ ആറ്റം ആയിക്കോട്ടെ, Li ആയിക്കോട്ടെ, Li++ ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഹീലിയം ആയിക്കോട്ടെ, He+, Li++. എടാ ഇതിൻ്റെ അറ്റോമിക് നമ്പർ പറഞ്ഞത്, ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1 ഞാൻ എഴുതിയിട്ടുണ്ട്. ഹീലിയത്തിൻ്റെ ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? വാലൻസ് ഇലക്ട്രോൺ 1 ഉള്ളതല്ല, ഒറ്റ ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോൺ മാത്രമേ വരാൻ പാടുള്ളൂ. ഓർബിറ്റിൽ ഒരൊറ്റ ഇലക്ട്രോൺ. He+ൻ്റെ വാല്യൂ പറയാം. He+ൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 2 അല്ലേ. ലിഥിയം പ്ലസിന് എത്രയാണ്? 3 അല്ലേ. സോ ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് അറ്റോമിക് നമ്പർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അറ്റോമിക് നമ്പറിൻ്റെ വാല്യൂ മാറുന്നതനുസരിച്ച് വേണം നിങ്ങൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാൻ. ഓൾമോസ്റ്റ് എപ്പോഴും ചോദിക്കുക ഹൈഡ്രജനാണ് ചോദിക്കുക. എപ്പോഴും ഹൈഡ്രജനാണ് ചോദിക്കുക. ഹൈഡ്രജനാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് എന്ത് പറയാൻ പറ്റും? R ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n² എന്ന് പറയാൻ പറ്റും. കാരണം Z-ൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു റിസൾട്ട് ഞാൻ പഠിപ്പിച്ചു തരാം. റേഡിയസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n² ആണ്. ആർക്ക്? ഹൈഡ്രജനാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും R1 R2 R3 ഇങ്ങനെ പോവുകയാണെന്ന് വിചാരിക്കും. അത് നമുക്ക് പറയാം 1² 2² 3² ഇങ്ങനെ അത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. സോ R1 R2 R3 അപ് ടു Rn is equal to 1 4 9 ഈ ഒരു n² എന്നുള്ളൊരു ടേബിൾ വരില്ലേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റ്, റേഡിയസ് എന്ന് പറഞ്ഞാൽ ഓർബിറ്റിൻ്റെ സ്ക്വയർ ടൈംസ് ആയിട്ടാണ് പോകുന്നത്. ഇങ്ങനെ വലുതായി വരികയാണ് ചെയ്യുന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഒരാൾ റേഡിയസ് ആദ്യത്തെ ഫസ്റ്റ് ഓർബിറ്റിൻ്റെ റേഡിയസ് 1 ആണെങ്കിൽ സെക്കൻഡ് ഓർബിറ്റിൻ്റെ റേഡിയസ് എത്രയാണ്? 4 ആയിരിക്കും. തേർഡ് ഓർബിറ്റിൻ്റെ റേഡിയസ് എത്രയാണ്? 9 ആയിരിക്കും. അങ്ങനെയാണ് എൻ്റെ ചോദ്യം. ഫസ്റ്റത്തെ ആൾ റേഡിയസ് 6 ആണ്. ഫസ്റ്റ് ഓർബിറ്റിൻ്റെ റേഡിയസ് 6 ആണെങ്കിൽ സെക്കൻഡ് ഓർബിറ്റിൻ്റെ റേഡിയസ് എത്രയായിരിക്കും? പറയടാ. ഫസ്റ്റ് ഓർബിറ്റിൻ്റെ റേഡിയസ് 6 ആണെങ്കിൽ സെക്കൻഡ് ഓർബിറ്റിൻ്റെ റേഡിയസ് എന്തായിരിക്കും? വേഗം പറയും. സെക്കൻഡ് ഓർബിറ്റിൻ്റെ റേഡിയസ് എന്തായിരിക്കും? വേഗം ആൻസർ പറഞ്ഞേ. ഫസ്റ്റത്തത് 1 ആണെങ്കിൽ സെക്കൻഡ് 4 ആയിരിക്കും. ഫസ്റ്റത്തത് 6 ആണെങ്കിൽ സെക്കൻഡ് എത്ര ആയിരിക്കും? 4R ആയിരിക്കും. സെക്കൻഡ് എത്ര ആയിരിക്കും? 4R ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. സെക്കൻഡ് എത്ര ആയിരിക്കും? 4R. മനസ്സിലായോ? കാരണം സ്ക്വയർ ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മളത് പറയുന്നത്. ഓക്കെ, അപ്പോൾ തേർഡ് എന്തായിരിക്കും? തേർഡ് ഓർബിറ്റ് എന്തായിരിക്കും? 9R ആയിരിക്കും. ദാറ്റ്സ് ലോജിക്. കിട്ടിയോ? പറഞ്ഞ പോയിന്റ് കിട്ടിയോ? ഫസ്റ്റത്തെ ആൾ 1 ആണെങ്കിൽ രണ്ടാമത്തെ ആൾ 4, മൂന്നാമത്തെ ആൾ 9. ഈ ഒരു ഓർഡറിലാണ് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യം ഓർത്ത് വെക്കുക. ഫസ്റ്റത്തെ 6 ആണെങ്കിൽ രണ്ടാമത്തെ 4R, മൂന്നാമത്തെ 9R ആയിരിക്കണം. ഇങ്ങനെ കാര്യങ്ങൾ ഓർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ കാര്യങ്ങൾ പഠിച്ചു വെക്കുക. സോ നമ്മൾ റേഡിയസിൻ്റെ ഇക്വേഷനായി. അതേപോലെ തന്നെ നെക്സ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്. വാട്ട് ഇസ് ഇക്വേഷൻ ഫോർ വെലോസിറ്റി? വെലോസിറ്റി ഈസ് ഈക്വൽ ടു V0 × Z/n. ഇക്വേഷൻ നേരെ തിരിഞ്ഞേ. നേരത്തെ നിങ്ങൾ പഠിച്ചത് n² ആണ്. ഇപ്പോൾ എന്താ ഇക്വേഷൻ? V0 × Z/n. The value of V0 is equal to 2.2 × 10⁶ എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. V0ൻ്റെ വാല്യൂ എത്രയാണ്? 2.2 × 10⁶. അപ്പോൾ വെലോസിറ്റി ഓർ ഓർബിറ്റിൽ ഉണ്ടാകുന്ന വെലോസിറ്റി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ V is equal to V0 × Z/n എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, ഹിയർ വെലോസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/n ഫോർ ഹൈഡ്രജൻ. Z-ൻ്റെ വാല്യൂ 1 ആയിരിക്കും. V0 ഈസ് കോൺസ്റ്റൻറ്റ്. വെലോസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/n ആയിരിക്കും. ഇനി ഇതേപോലെ ഞാൻ കുറച്ച് ആൾക്കാരെ പഠിപ്പിക്കാൻ പോവുകയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ സിലബസിൽ ഇത് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. V is equal to R omega അല്ലേ മക്കളെ. സോ ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ? V/R. ഒമേഗ is equal to V/R. V is equal to R omega റിലേഷൻ പഠിച്ചിട്ടുണ്ട്. ഒമേഗ is equal to V/R. സോ നമുക്കറിയാം റേഡിയസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n² ആണ്. സോ ഒമേഗ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റിക്ക് ഞാൻ എന്ത് കൊടുത്തു? Z/n കൊടുത്തു. റേഡിയസിന് എന്ത് കൊടുത്തു? n² കൊടുത്താൽ അടുത്ത സ്റ്റെപ്പിൽ ഒമേഗ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Z/n × റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ. താഴെയുള്ള ആൾക്കാർ തിരിഞ്ഞ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുക? Z/n². അപ്പോൾ Z × Z എന്താ കിട്ടുക? Z². n × n² എത്രയാണ്? n³. ദാറ്റ് മീൻസ് നമുക്ക് പുതിയ റിലേഷൻ കിട്ടി. ആംഗുലാർ ഫ്രീക്വൻസി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Z² n³. നിങ്ങൾ പഠിക്കേണ്ട അടുത്ത റിലേഷൻ. ആംഗുലാർ ഫ്രീക്വൻസി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Z² n³. എനിക്ക് തോന്നുന്നു നിങ്ങളിത് ബോർഡ് എക്സാമിന് പഠിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. അല്ലെങ്കിൽ ഇത് എൻട്രൻസിനാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത്. എൻട്രൻസിന് ചോദ്യങ്ങൾ വരാറുണ്ട്, അതുകൊണ്ട് ഇത് പഠിച്ചു വെക്കുക. ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. സോ ഒമേഗ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Z² n³. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു കുറേ ഇക്വേഷൻസ് ഉണ്ട്. ആദ്യമായിട്ട് കേൾക്കുന്ന മക്കളാണെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കാം. ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2π/ω അല്ലേ. ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2π/ω. സോ 2π ഈസ് എ കോൺസ്റ്റൻറ്റ്. ടൈം പീരീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/ω അല്ലേ.
നമുക്കറിയാം ഒമേഗ എന്ന് പറഞ്ഞാൽ സെഡ് സ്ക്വയർ ബൈ എൻ ക്യൂബാണ്. ഒമേഗ സെഡ് സ്ക്വയർ ബൈ എൻ ക്യൂബ് ആണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് എന്നാണ് ടൈം പീരീഡ്. അപ്പോൾ എന്താ കിട്ടുക? അതിന് തിരിച്ചിട്ട് എന്താ കിട്ടും? എൻ ക്യൂബ് ഡിവൈഡ് ബൈ സെഡ് സ്ക്വയർ. സോ നെക്സ്റ്റ് റിലേഷൻ കിട്ടി. എന്താ റിലേഷൻ? ടൈം പീരീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ ക്യൂബ് ബൈ സെഡ് സ്ക്വയർ. ടൈം പീരീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ ക്യൂബ് ബൈ സെഡ് സ്ക്വയർ. ഞാൻ ഈ ബോക്സിലാക്കുന്ന ആൾക്കാർ ഓർത്ത് വെക്കുക. അത് ഓർത്ത് വെക്കേണ്ട ഓർഡർ നോക്കുക. നെക്സ്റ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1 ബൈ ടൈം പീരീഡ് അല്ലേ? സോ നിങ്ങൾക്കറിയാം ഫ്രീക്വൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടൈം പീരീഡാണ്. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എൻ ക്യൂബ് ബൈ സെഡ് സ്ക്വയറാണ്. അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? സെഡ് സ്ക്വയർ ഡിവൈഡ് ബൈ എൻ ക്യൂബ്. അറ്റ് ലാസ്റ്റ് ഞാനിതൊക്കെ ഓർക്കാനുള്ള കണക്ഷൻ കാണിച്ചു തരാം. എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സെഡ് സ്ക്വയർ ഡിവൈഡ് ബൈ എൻ ക്യൂബ്. നെക്സ്റ്റ് കറണ്ട് ഐ ഈസ് ഈക്വൽ ടു ഇ ബൈ ടി ആ. കറണ്ട് ഈസ് ഈക്വൽ ടു ചാർജ് ഡിവൈഡ് ബൈ ടൈം പീരീഡ്. ഒരു ഇലക്ട്രോൺ കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈമിനെ വിളിക്കുന്ന പേരാണ് ടൈം പീരീഡ്. സോ ഐ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1 ബൈ ടി അല്ലേ? 1 ബൈ ടി. ടി എന്ന് പറഞ്ഞാൽ എന്താ? എൻ ക്യൂബ് ബൈ സെഡ് സ്ക്വയർ. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ സെഡ് സ്ക്വയർ ഡിവൈഡ് ബൈ എൻ ക്യൂബ്. എടാ മക്കളെ നിങ്ങൾ നോക്ക്, ഈ 3 ആൾക്കാർ സെയിം തന്നെയല്ലേ? ഈ 3 ആൾക്കാർ ഇതാ, ഈ 3 ആൾക്കാർ ദിസ് വൺ ദിസ് വൺ ദിസ് വൺ, സോറി ഇതാ ഈ 3 ആൾക്കാർ അല്ലേ? ഇവനും ഇവനും ഇവനും, ഈ 3 ആൾക്കാർ ആരൊക്കെയാ? ഈ ഇക്വേഷൻ വെച്ചുള്ള ക്വസ്റ്റ്യൻ ചെയ്യാമോ? ചെയ്യാം. ഇക്വേഷൻ വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കാണിച്ചു തരാം. റൈറ്റ്. അപ്പോൾ നിങ്ങൾ നോക്കുക, സെഡ് സ്ക്വയർ ബൈ എൻ ക്യൂബ്, സെഡ് സ്ക്വയർ ബൈ എൻ ക്യൂബ്, സെഡ് സ്ക്വയർ. ഈ 3 ആൾക്കാർ ആരൊക്കെ? 3 ആൾക്കാർ ആംഗുലാർ ഫ്രീക്വൻസി, ഫ്രീക്വൻസി, കറണ്ട്. ആംഗുലാർ ഫ്രീക്വൻസി, ഫ്രീക്വൻസി, കറണ്ട് എല്ലാവരും പ്രൊപ്പോർഷണൽ സെഡ് സ്ക്വയർ ബൈ എൻ ക്യൂബ് ആണ്. ടൈം പീരീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ ക്യൂബ് ബൈ സെഡ് സ്ക്വയർ ആണ്. ഈ പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്തോ? ഈ പോയിന്റ് നോട്ട് ചെയ്തോ നിങ്ങൾ? വേഗം പറയും. ഈ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് എല്ലാവരും എഴുതിയെടുത്തോ? യെസ് അല്ലേ? വേഗം എഴുതിയെടുത്തോ? വേഗം പറയും, വേഗം പറയും. എഴുതിയെടുത്തോ? റൈറ്റ്. ഇപ്പോൾ ലിസൺ മനസ്സിലാക്കി വെക്കുക. ഈ ഒരു റിലേഷൻ കൂടി പഠിക്കുക. മാഗ്നറ്റിക് ഫീൽഡ്. എന്താ മാഗ്നറ്റിക് ഫീൽഡ്? മാഗ്നറ്റിക് ഫീൽഡ് ഈ റിലേഷൻ കൂടി പഠിക്കുക. അതായത് നമ്മൾ ഇതുവരെ പഠിപ്പിച്ചതിൽ നിങ്ങൾ നോക്കുക. റേഡിയസ് പറഞ്ഞു, വെലോസിറ്റി പറഞ്ഞു, അതേപോലെ തന്നെ ടൈം പീരീഡ് പറഞ്ഞു, ഫ്രീക്വൻസി പറഞ്ഞു, കറണ്ട് പറഞ്ഞു. ഈ 3 ആൾ ഏകദേശം ഇതാ ഫ്രീക്വൻസി, കറണ്ട്, ഒമേഗ, ഈ 3 ആൾക്കാർ സെയിം റിലേഷനാണ്. വെലോസിറ്റി കിട്ടി, റേഡിയസ് കിട്ടി. മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ ഒന്നുകൂടി നോട്ട് ചെയ്യാൻ പറഞ്ഞു. അത് ഞാൻ ഇതിൻ്റെ പ്രൂഫ് ചെയ്തിട്ടില്ല. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സെഡ് ക്യൂബ് ഡിവൈഡ് ബൈ എൻ റേസ് ടു 5. സെഡ് ക്യൂബ് ഡിവൈഡ് ബൈ എൻ റേസ് ടു 5 എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. നെക്സ്റ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്. ഡൈപോൾ മൊമെൻറ്റ് സി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ. മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്. ഓക്കെ, മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു എൻ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ, സെഡ് ക്യൂബ് ബൈ എൻ റേസ് ടു 5. നോട്ട് ചെയ്തേ. ആൻഡ് ഓൾസോ ആംഗുലാർ മൊമെൻറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ. യെസ്, ഈ റിലേഷൻസ് നോട്ട് ചെയ്ത് വേഗം. ഓക്കെ, സോ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നിങ്ങൾ നോക്കണേ. ക്വസ്റ്റ്യൻ വായിക്കുക എല്ലാവരും. റേഡിയസ് ഓഫ് ദ ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ഈസ് 5.29 × 10⁻11. അതായത് R is equal to R0 × n square by സെറ്റിൽ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് ഇത് ഹൈഡ്രജൻ ആണോ, Li ആണോ, അതോ ഹീലിയം ആണോ, എന്താണോ തന്നിരിക്കുന്നത് അത് ചെക്ക് ചെയ്യാം. എന്താ തന്നിരിക്കുന്നത്? ഹൈഡ്രജൻ അല്ലേ? ഹൈഡ്രജൻ ആവുന്ന സമയത്ത് സെഡിൻ്റെ വാല്യൂ 1 ആണ്. സോ സെഡ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇനി നമുക്കറിയാം ഹൈഡ്രജൻ ആവുന്ന സമയത്ത് ഫസ്റ്റ് ഓർബിറ്റ് അല്ലേ? ഫസ്റ്റ് ഓർബിറ്റ് ആവുന്ന സമയത്ത് എന്നിൻ്റെ വാല്യൂ 1 ആണ്. അതാണല്ലോ നമ്മൾ പറഞ്ഞിരിക്കുന്ന R0 എന്ന് പറഞ്ഞാൽ 0.53 ആങ്സ്ട്രോങ് നമ്മൾ ഓൾറെഡി പഠിക്കുന്നുണ്ട്. ഇനി ഈ പ്രോബ്ലം വെച്ച് ചെയ്യുകയാണെങ്കിൽ നോക്ക്. ദ റേഡിയസ് ഓഫ് ദ സെക്കൻഡ് ഓർബിറ്റ് വിൽ ബി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെക്കൻഡ് ഓർബിറ്റ് ആകുമ്പോൾ എന്താ വരിക? R ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n സ്ക്വയർ അല്ലേ? ഞാനിപ്പോൾ പഠിപ്പിച്ചു തന്നു. ആദ്യത്തെ ആൾ റേഡിയസ് R ആണെങ്കിൽ രണ്ടാമത്തെ ആൾ റേഡിയസ് എന്തായിരിക്കും? ആദ്യത്തെ ആൾ റേഡിയസ് R ആണെങ്കിൽ രണ്ടാമത്തെ ആൾ റേഡിയസ് എന്തായിരിക്കും? വേഗം പറയടാ. സ്ക്വയർ ഫംഗ്ഷൻ അല്ലേ കിടക്കുന്നത്? ആദ്യത്തെ ആൾ R ആണെങ്കിൽ രണ്ടാമത്തെ ആൾ എന്തായിരിക്കും? രണ്ടാമത്തെ ഓർബിറ്റിൻ്റെ റേഡിയസ് എന്തായിരിക്കും? 4R ആയിരിക്കും. എന്തായിരിക്കും? 4R. ഓക്കെ, സോ അങ്ങനെ നിങ്ങളിത് പ്രോബ്ലമാറ്റിക്കായി ചെയ്യേണ്ട വെറുതെ ഒന്ന് ആലോചിച്ചാൽ മതി. ആദ്യത്തെ ആൾ R ആണെങ്കിൽ രണ്ടാമത്തെ അത് ഫസ്റ്റ് ആൾ R ആണെങ്കിൽ രണ്ടാമത്തെ ആൾ 4R ആയിരിക്കും. സോ ആൻസർ എന്താ വരിക? 4R. R2 is equal to 4R. 4 into 5.29 into 10⁻11. എന്താ കിട്ടുക? 5.29 into 10⁻, 5 into 4 എന്ന് പറഞ്ഞാൽ 20 പോയിൻറ്റ് സംതിങ് വരുന്ന ആൻസർ നോക്കിയാൽ മതി. 20 പോയിൻറ്റ് സംതിങ് വരുന്ന 21.16 into 10⁻11 എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. മനസ്സിലായോ? ചെയ്ത മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി ചോദിച്ചിരിക്കുന്ന തേർഡ് ഓർബിറ്റ് ആണെങ്കിലോ 9R എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ്സ് എ ലോജിക്. ക്ലിയർ ആയോ? Yes. Next, in Bohr model of hydrogen atom, the ratio between period of revolution of an electron in the orbit n is equal to 1. The period of revolution electron in the n is equal to 2. n 1 ഉം n 2 ആണ്. എന്താ ചോദിച്ചിരിക്കുന്നത്? പീരീഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് ഇലക്ട്രോൺ അല്ലേ? ഇനി
ഹൈഡ്രജൻ ആണോ? യെസ്, ഹൈഡ്രജൻ ആണ്. സോ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ പറയുമ്പോൾ ടൈം പീരീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ ക്യൂബ് ഡിവൈഡ് ബൈ സെഡ് സ്ക്വയർ എന്ന റിലേഷനിലെ ടൈം പീരീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ ക്യൂബ് ഡിവൈഡ് ബൈ സെഡ് സ്ക്വയർ വേർ ഹൈഡ്രജൻ ആയതുകൊണ്ട് സെഡിൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. അടുത്ത സ്റ്റെപ്പിൽ ടി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ ക്യൂബ് എന്ന് എഴുതി കൂടെ. ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് വേഗം ചെയ്യാൻ പറ്റും. ടൈം പീരീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ ക്യൂബ് ആണ്. ചോദിച്ചിരിക്കുന്നത് T1 ഈസ് ടു T2 ആണ്. T1 ഈസ് ടു T2 പറഞ്ഞാൽ N1 ക്യൂബ് ഈസ് ടു N2 ക്യൂബ്. N1 എത്രയാണ്? 1 ക്യൂബ്. N2 എത്രയാണ്? 2 ക്യൂബ്. 1 ക്യൂബ് എത്രയാണ്? 1. 2 ക്യൂബ് എത്രയാണ്? 8. സോ ആൻസർ വിൽ ബി 1:8. 1:8. എടാ ഒന്ന് വേഗം ചെയ്ത് നോക്കണേ, എൻ്റെ കൂടെ ഒന്ന് ചെയ്യണേ വേഗം. യെസ്, 1:8. കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലേ? ഇതാണ് ഈ ചാപ്റ്ററിലെ ഇക്വേഷൻസ്. കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഈസി ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. എടാ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒരു ലൈക്ക് അടിക്കുക എല്ലാവരും. ഓക്കെ ആണെങ്കിൽ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ചോദിക്കുക വേഗം വേഗം വേഗം. ഒരു തംസപ്പ് അടിച്ചു പോവാ വേഗം. യെസ്, യെസ് യെസ് യെസ്. ഓക്കെ, വേഗം വേഗം വേഗം. ഓക്കെ, ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കേണ്ടി വരുമോ? കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുമോ? യെസ്, നിങ്ങളെ കാണുന്നില്ല എന്നുള്ള സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക. റൈറ്റ്. ഇനി എനർജി. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിച്ചു, റേഡിയസ് പഠിച്ചു, വെലോസിറ്റി പഠിച്ചു, ഫ്രീക്വൻസി, ആംഗുലാർ ഫ്രീക്വൻസി, കറണ്ട്, ടൈം പീരീഡ്, മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് മൊമെൻറ്റ്, ഇത്രയും പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൻ്റെ എനർജീനെ പറ്റിയിട്ടാണ്. സോ എനർജീൻ്റെ ഇക്വേഷൻ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടുള്ളൂ കേട്ടോ. വളരെ സിമ്പിൾ സാധനമാണ്, ശ്രദ്ധിച്ച് കേട്ടുള്ളൂ. ഫസ്റ്റ് നിങ്ങൾ ടോട്ടൽ എനർജിൻ്റെ ഇക്വേഷൻ പഠിക്കുക. എന്താ ടോട്ടൽ എനർജിൻ്റെ ഇക്വേഷൻ? -13.6 ഇൻറ്റു സെഡ് സ്ക്വയർ ഡിവൈഡ് ബൈ എൻ സ്ക്വയർ. ഇതാണ് ടോട്ടൽ എനർജിൻ്റെ ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷൻ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു -13.6 ഇൻറ്റു സെഡ് സ്ക്വയർ ഡിവൈഡ് ബൈ എൻ സ്ക്വയർ. ഇനി ഈ ഒരൊറ്റ ഇക്വേഷൻ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കി ഈ ഇക്വേഷൻ വെച്ച് ഞാൻ ഉണ്ടാക്കി തരും. ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു -13.6 ഇൻറ്റു സെഡ് സ്ക്വയർ ഡിവൈഡ് ബൈ എൻ സ്ക്വയർ. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ എല്ലാവരും. അതായത് ഞാൻ പറയുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. ടോട്ടൽ എനർജിൻ്റെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ കൈനറ്റിക് എനർജിൻ്റെ ഇക്വേഷൻ കിട്ടാൻ വളരെ ഈസിയാണ്. ടോട്ടൽ എനർജിൻ്റെ ഇക്വേഷനിൽ മൈനസ് ഉണ്ടാവും. ആ മൈനസ് എടുത്ത് ഒഴിവാക്കിയാൽ കൈനറ്റിക് എനർജിൻ്റെ ഇക്വേഷൻ കിട്ടും. അപ്പോൾ മൈനസ് ഒഴിവാക്കി ഇക്വേഷൻ പറഞ്ഞേ 13.6 ഇൻറ്റു സെഡ് സ്ക്വയർ ബൈ എൻ സ്ക്വയർ. സെഡ് സ്ക്വയർ ഡിവൈഡ് ബൈ എൻ സ്ക്വയർ. ദാറ്റ്സ് ഇക്വേഷൻ ഫോർ കൈനറ്റിക് എനർജി. മനസ്സിലായോ? ടോട്ടൽ എനർജിൻ്റെ ഇക്വേഷനിൽ മൈനസ് എടുത്ത് ഒഴിവാക്കിയാൽ കൈനറ്റിക് എനർജിൻ്റെ ഇക്വേഷൻ കിട്ടി. ഇനി പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് പൊട്ടൻഷ്യൽ എനർജി? പൊട്ടൻഷ്യൽ എനർജി രണ്ട് രീതിയിൽ പറയാം. 2 ഇൻറ്റു ടോട്ടൽ എനർജി എന്ന് പറയാം. 2 ഇൻറ്റു ടോട്ടൽ എനർജി എന്ന് പറയാം. അല്ലെങ്കിലോ -2 ഇൻറ്റു കൈനറ്റിക് എനർജി എന്ന് പറയാം. അതായത് ഇക്വേഷൻ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ നെഗറ്റീവാണ്. പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. അതായത് ഇതേ വാല്യൂ അല്ലേ, രണ്ടാൾക്കാർക്കും സെയിം വാല്യൂ. 2 ഇൻറ്റു ടോട്ടൽ എനർജിൻ്റെ ഇക്വേഷൻ ഓൾറെഡി മൈനസ് ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല. ഇനി കൈനറ്റിക് എനർജിൻ്റെ ഇക്വേഷനിൽ മൈനസ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് -2 എന്ന് കൊടുക്കുക. സോ എന്താ കിട്ടുക? പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു അങ്ങനെ ഓർത്ത് വെക്കുക. എല്ലാവരും ഓർത്ത് വെച്ച് അങ്ങനെ പൊട്ടൻഷ്യൽ എനർജി. അതേപോലെ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു അത് നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, പൊട്ടൻഷ്യൽ എനർജിൻ്റെ റിലേഷൻ പറഞ്ഞു. പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി, അതേപോലെ തന്നെ ടോട്ടൽ എനർജി, അതിൽ റിലേഷൻ പറഞ്ഞു. ഞാൻ ചോദിക്കുകയാണ്, വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ ടോട്ടൽ എനർജി? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ടോട്ടൽ എനർജി. ഇങ്ങനെ പറഞ്ഞൂടെ? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ടോട്ടൽ എനർജി. ഇങ്ങനെ പറഞ്ഞാൽ ക്ലിയർ ആവുമോ? ഫസ്റ്റ് ഇക്വേഷൻ, ഫസ്റ്റ് പഠിക്കേണ്ട ഇക്വേഷൻ എല്ലാവരും പഠിക്കുക. ഫസ്റ്റ് ഇക്വേഷൻ എന്താ? -13.6 ഇൻറ്റു സെഡ് സ്ക്വയർ ബൈ എൻ സ്ക്വയർ. ആ ഇക്വേഷനിൽ മൈനസ് ഒഴിവാക്കിയാൽ കൈനറ്റിക് എനർജി കിട്ടി. ആ കൈനറ്റിക് എനർജി ഇക്വേഷനെ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പൊട്ടൻഷ്യൽ എനർജി കിട്ടി. അല്ലെങ്കിൽ ടോട്ടൽ എനർജിൻ്റെ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? പൊട്ടൻഷ്യൽ എനർജി കിട്ടി. ഈ പറഞ്ഞ പോയിന്റ് കിട്ടിയോ? യെസ്. ഇനി നിങ്ങൾ പഠിക്കേണ്ട നെക്സ്റ്റ് പോയിന്റ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ടോട്ടൽ എനർജി -x ആണെങ്കിൽ വാട്ട് ഈസ് കൈനറ്റിക് എനർജി, വാട്ട് ഈസ് പൊട്ടൻഷ്യൽ എനർജി? ഒന്ന് എല്ലാവരും പറഞ്ഞേ. ടോട്ടൽ എനർജി -x ആണെങ്കിൽ വാട്ട് ഈസ് കൈനറ്റിക് എനർജി? -x എടുത്ത് ഒഴിവാക്കിയാൽ പോലെ എന്താ കിട്ടുക? +x ആയിരിക്കും കൈനറ്റിക് എനർജി. എന്താ പൊട്ടൻഷ്യൽ എനർജി? 2 ഇൻറ്റു ടോട്ടൽ എനർജി, 2 ഇൻറ്റു -x, അല്ലെങ്കിലോ -2 ഇൻറ്റു +x. എന്തായാലും -2x എന്നല്ലേ കിട്ടുക. സംഭവം കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. കിട്ടിയോ?
ഓക്കെ, അപ്പോൾ ഓരോ ഓർബിറ്റിൻ്റെയും എനർജിയാണ് നമ്മൾ ഇതുവരെ പഠിച്ചിരിക്കുന്നത്. എടാ ഇനി നോക്കണേ, നമ്മൾ പഠിച്ച ഇക്വേഷൻ ഒന്ന് എല്ലാവരും പറഞ്ഞേ, ഈസ് ഈക്വൽ ടു -13.6 ഇൻറ്റു Z² ഡിവൈഡ് ബൈ N² അല്ലേ ഫോർ ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ കേസ് വരുന്ന സമയത്ത് വി നോ ദാറ്റ് സെഡിൻ്റെ വാല്യൂ 1 അല്ലേ. സോ ഇക്വേഷൻ എന്താ വരിക, എനർജി ഈസ് ഈക്വൽ ടു -13.6 ഡിവൈഡ് ബൈ N². സോ ഈ 1 എന്ന് പറഞ്ഞാൽ എല്ലാവരും റെസ്പോണ്ട് ചെയ്യണ്ടല്ലോ, വെരി ഗുഡ്. ഈ 1 എന്ന് പറഞ്ഞാൽ എന്താ, -13.6 divided by 1². That will give -13.6. ഫസ്റ്റത്തെ എനർജി ലെവൽ -13.6 ആണ്. ഇനി സെക്കൻഡ് എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ -13.6 divided by 2². -13.6 divided by 2², 4 ചെയ്താൽ നമുക്ക് കിട്ടുക -3.4 ആണ്. അങ്ങനെ നമ്മൾ E3, E4 അതേപോലെ E5 ഇത്രയും ആൾക്കാരെ വാല്യൂ പറ്റുകയാണെങ്കിൽ ഓർത്ത് വെക്കണം. E3 എന്ന് പറഞ്ഞാൽ -1.51 ആണ്. E4 എന്ന് പറഞ്ഞാൽ -0.85 ആണ്. E5 എന്ന് പറഞ്ഞാൽ -0.54 ആണ്. ഈ വാല്യൂസ് നിങ്ങൾ ഓർത്ത് വെക്കുക, നല്ലതായിരിക്കും. ഞാൻ ഒന്നുകൂടി ചെയ്തത് ഏതൊക്കെയാണ്, E1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ഓർബിറ്റിൽ ഉണ്ടാകുന്ന എനർജി ലെവൽ -13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ്. E2 എന്ന് പറഞ്ഞാൽ -3.4 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അതേപോലെ E3 എന്ന് പറഞ്ഞാൽ -1.51 ഇലക്ട്രോൺ വോൾട്ട് ആണ്. E4 എന്ന് പറഞ്ഞാൽ -0.85 ഇലക്ട്രോൺ വോൾട്ട് ആണ്. E5 എന്ന് പറഞ്ഞാൽ -0.54 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഈ റിസൾട്ട് നിങ്ങൾ നല്ല വൃത്തിയിൽ പഠിച്ചു വെക്കുക, ദാറ്റ് വിൽ ബി ബെറ്റർ. പ്രോബ്ലം ചെയ്യുമ്പോൾ നന്നായിട്ട് ആവശ്യമുണ്ടാവും, ഓർത്ത് വെക്കുക. ഈ റിസൾട്ട് എല്ലാവരും ഒന്ന് പറഞ്ഞ് പഠിച്ചേ. ഓരോ കേസുകൾ ഈ ഫസ്റ്റത്തെ ഓർബിറ്റിൽ ഉണ്ടാകുന്ന എനർജി ലെവൽ -13.6 ആണ്. സെക്കൻഡ് ഓർബിറ്റ് എനർജി ലെവൽ -3.4 ആണ്. തേർഡ് ഓർബിറ്റിലെ എനർജി ലെവൽ -1.5 ആണ്. E4 -0.85 ആണ്. E5 is -0.54 ആണ്. കിട്ടിയോ? പഠിച്ചു കഴിഞ്ഞോ? ഓക്കെ, ഇപ്പോൾ ഇതും ആംഗുലാർ മൊമെൻറ്റ് സെക്കൻഡ് പോസ്റ്റുലേറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലം ഞാൻ കാണിച്ചു തരാം. എല്ലാവരും ആ പ്രോബ്ലം ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ വായിക്കുക എല്ലാവരും. What is the angular momentum of an electron in Bohr's hydrogen atom whose energy is -3.4 electron volt? Bohr's hydrogen ആണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, -3.4 ഇലക്ട്രോൺ വോൾട്ട്. -3.4 ഇലക്ട്രോൺ വോൾട്ട് ഏത് ഓർബിറ്റിലെ എനർജി ലെവലാണ്? അതാണ് എൻ്റെ ചോദ്യം. ആംഗുലാർ മൊമെൻറ്റം കണ്ടുപിടിക്കണം. വാട്ട് ഇസ് ദി ഇക്വേഷൻ ഫോർ ആംഗുലാർ മൊമെൻറ്റം? L is equal to NH divided by 2π. ഇവിടെ N നമുക്കറിയില്ല, ഏത് എനർജി ലെവലാണ്? -3.4 ഇലക്ട്രോൺ വോൾട്ട് കാണിക്കുന്ന എനർജി ലെവലിൻ്റെ ഓർബിറ്റ് അറിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. This is the energy of an electron in that particular orbit. Yes. Okay. അപ്പോൾ എന്താ കിട്ടുക, E2 is equal to -3.4 ഇലക്ട്രോൺ വോൾട്ട് നമ്മൾ പഠിച്ചില്ലേ. രണ്ടാമത്തെ ഓർബിറ്റിൽ ഉണ്ടാകുന്ന എനർജി ലെവലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് -3.4 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് മനസ്സിലായി രണ്ടാമത്തെ ഓർബിറ്റിലെ എനർജി ആണല്ലോ -3.4. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ വാല്യൂ എടുത്ത് ഇവിടെ കൊടുത്താൽ എന്താ കിട്ടുക, L is equal to 2 into H divided by 2π. രണ്ടാമത്തെ ഓർബിറ്റിൽ ഉണ്ടാകുന്ന എനർജി ആംഗുലാർ മൊമെൻറ്റം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ N-ന് 2 കൊടുത്താൽ എന്ത് കിട്ടും, 2 മൾട്ടിപ്ലൈ ചെയ്താൽ H divided by π എന്നിട്ടില്ലേ. ദാറ്റ് മീൻസ് ഓപ്ഷൻ ഏതാ കിട്ടുക, ഓപ്ഷൻ വേഗം, ഓപ്ഷൻ A is the right answer. നല്ല ക്വസ്റ്റ്യൻ അല്ലേ. ഇതേപോലെ എന്ത് ചോദിക്കാം, നെക്സ്റ്റ് ഒരു ചോദ്യം ഞാൻ വെറുതെ ചോദിക്കുകയാണ്. സെയിം ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ആംഗുലാർ മൊമെൻറ്റ് ഓഫ് ഇലക്ട്രോൺ ബോർ ഹൈഡ്രജൻ ആറ്റം whose energy is -0.54. ഈ -0.54 ഇലക്ട്രോൺ വോൾട്ട് എനർജി ഉള്ള ആളെ ആംഗുലാർ മൊമെൻറ്റം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഒറ്റയടിക്ക് മനസ്സിലേക്ക് വരണം, -0.54 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ ഓർബിറ്റാണ്. അഞ്ചാമത്തെ ഓർബിറ്റിൽ ഉണ്ടാകുന്ന ആംഗുലാർ മൊമെൻറ്റത്തിന് ആൻസർ എന്താ വരിക, 5 into H divided by 2π. ഇങ്ങനെ ചെയ്തൂടെ? ഇങ്ങനെ നിങ്ങൾക്ക് ക്വറ്റ് ആപ്ലിക്കേഷൻ എഡിറ്റ് അറിയുമെന്നോ? എനിക്ക് തോന്നുന്നു അതിൻ്റെ അപ്ഡേഷൻ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഗ്രൂപ്പ് ഈ യൂട്യൂബ് എന്താ പറയുക ചാനലിൽ പോസ്റ്റ് ചെയ്യുമായിരിക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ. ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണേ. ഓക്കെ, ലിസൺ. എടാ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എല്ലാവരും, എനർജി ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് -13.6 ആണ്. എനർജി ഓഫ് He+ ഇൻ ദ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് വിൽ ബി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എനർജി ഓഫ് ഹൈഡ്രജൻ He+ ഇൻ ദ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. അതിന് മുന്നേ ഒരു കാര്യം കൂടി പറഞ്ഞു തരാനുണ്ട്. ലിസൺ, ശ്രദ്ധിച്ച് കേൾക്കുക. ഗ്രൗണ്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ഓർബിറ്റ് ഇതാണ് N is equal to 1. സെക്കൻഡ് ഓർബിറ്റ് N is equal to 2, അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. എന്താ വിളിക്കുന്നത്, ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഇനി തേർഡ് ഓർബിറ്റ് ആണെങ്കിൽ N is equal to 3. ഓർബിറ്റ് എന്ന് പറയുന്ന സമയത്ത് വ്യത്യാസമൊന്നുമില്ല, പക്ഷേ അതിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. എന്താ വിളിക്കുക,
സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. അത് ഓർത്ത് വെക്കണേ. ഗ്രൗണ്ട് ഫസ്റ്റ് ഓർബിറ്റ് N1 ആണ്, സെക്കൻഡ് ഓർബിറ്റ് N2 ആണ്. സെക്കൻഡ് ഓർബിറ്റ് വിളിക്കുന്ന വേറെ പേരാണെന്ത്? ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. തേർഡ് ഓർബിറ്റ് N3 ആണ്. സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ 3 തന്നെയാണ്, അത് ഓർത്ത് വെക്കുക. ഇനി ഫോർത്ത് ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ 4 തന്നെയാണ്. ഫോർത്ത് ഓർബിറ്റ് ആകുമ്പോൾ എന്താ വരിക? തേർഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്നാണ് വരിക, തേർഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി വെക്കുക. ചോദിച്ചിരിക്കുന്നത് എന്താ? He+ ആണ്. He+ ആവുന്ന സമയത്ത് ഫസ്റ്റ് വരേണ്ടത് അറ്റോമിക് നമ്പർ 2 ആണ്. അറ്റോമിക് നമ്പർ എത്രയാണ്? 2 ആണ്. ഇനി എനർജീൻ്റെ ഇക്വേഷൻ എന്താ? -13.6 × Z² / N² ആണ്. വേർ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആവുന്ന സമയത്ത് എന്നിൻ്റെ വാല്യൂ 2 ആണ്. ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആവുന്ന സമയത്ത് എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. സോ ഈ രണ്ട് വാല്യൂസ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. E = -13.6 × 2² / 2². 2² കട്ട് ചെയ്ത് പോയില്ലേ? എന്താ കിട്ടുക? 1. സോ ആൻസർ വിൽ ബി -13.6 ഇലക്ട്രോൺ വോൾട്ട്. ഇങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക. സോ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ശ്രദ്ധിക്കണടാ, തെറ്റിച്ച് കിഷോർ തെറ്റിച്ച്. നോക്ക് എന്താ? ഇവിടെ Z2 ആണ്, Z² N 2 അല്ലേ? 2² എത്ര വരിക? ഇത് മനസ്സിലായോ? സ്ക്വയർ എന്നുള്ള ടൈം ഉണ്ട്, അത് വിട്ടു പോകരുത്, തെറ്റാൻ ചാൻസ് ഉണ്ട്. യെസ്. ഇനി വേറൊരു പോയിന്റ് പറഞ്ഞുതരാം. ഹൈഡ്രജൻ സ്പെക്ട്രം, അബ്സോർപ്ഷൻ സ്പെക്ട്രം ഉണ്ട്, എമിഷൻ സ്പെക്ട്രം ഉണ്ട്. പറയുന്ന പോയിന്റ് ശ്രദ്ധിച്ച് കേൾക്കാം. ഇലക്ട്രോൺ അബ്സോർബ് ഓൺലി ദോസ് ഫോട്ടോൺ വിസ് എനർജി ഡിഫറൻസ് ഓഫ് 2 ഷെല്ല്. എടാ ഞാൻ ചോദിക്കട്ടെ, ഈ ഫസ്റ്റ് എനർജി ലെവൽ -13.6 ആണ്, സെക്കൻഡ് എനർജി ലെവൽ -3.4 ആണ്. അപ്പോൾ ഞാൻ നിങ്ങോട്ട് ചോദിക്കുകയാണ്, -13.6 -3.4 ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? E2 - E1 ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 10.2 ഇലക്ട്രോൺ വോൾട്ട് അല്ലേ? ഈ രണ്ട് മൈനസ് ചെയ്താൽ -3.4 -13.6 ദാറ്റ് വിൽ ഗീവ് 10.2 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന പോയിന്റ് ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ ഒരു എക്സാമ്പിൾ ഇട്ടിട്ട് പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോ. ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം, അതൊന്ന് ആലോചിച്ചാൽ മതി. ലിസൺ. ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ട്, ഒരു ലൈറ്റ്. നോർമലി ഞാനൊരു ലൈറ്റിനെ കടത്തി വിട്ടു. ഈ ലൈറ്റ് ഇതിലൂടെ കടന്നു പോയിട്ട് എന്ത് സംഭവിച്ചു? ഡിസ്പേഷൻ സംഭവിച്ചു. 7 കളേഴ്സ് ആയിട്ട് ഇവിടെ എത്തിയെന്ന് വിചാരിക്കും. 7 കളേഴ്സ്, വിബ്ജിയോർ എന്നുള്ള 7 കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്താൽ അറിയോ നിങ്ങൾക്ക്? ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടെ ഒരു ഹൈഡ്രജൻ ട്യൂബിനെ കൊണ്ടുവച്ചു. ഈ ഹൈഡ്രജൻ ട്യൂബിനെ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൊണ്ടുവച്ച സമയത്ത് എന്താ സംഭവിക്കുക അറിയോ നിങ്ങൾ? ഇതിൻ്റെ എക്സ്പെരിമെൻറ്റ് ഞാൻ ബാക്കി നോക്കിയപ്പോൾ വിബ്ജിയോർ എന്നുള്ള 7 കളേഴ്സിൽ 2 കളർ കാണാനില്ല. വിബ്ജിയോർ എന്നുള്ള 7 കളേഴ്സിൽ എന്തില്ല? 2 കളർ കാണാനില്ല. മനസ്സിലാക്കി വെക്കുക. അപ്പോൾ 2 കളർ കാണാനില്ല എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഈ ഹൈഡ്രജനിൽ ഉണ്ടാകുന്ന ഇലക്ട്രോണിന് ഫസ്റ്റ് ഓർബിറ്റിൽ നിന്ന് സെക്കൻഡ് ഓർബിറ്റിലേക്ക് ജമ്പ് ചെയ്യേണ്ട എനർജിയാണ് എത്ര? 10.2 ഇലക്ട്രോൺ വോൾട്ട്. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ഫസ്റ്റ് ഓർബിറ്റിലേക്ക് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് സെക്കൻഡ് ഓർബിറ്റിലേക്ക്, അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക്, അല്ലെങ്കിൽ N1 നിന്ന് 2ലേക്ക് ജമ്പ് ചെയ്യാൻ വേണ്ട എനർജിയാണ് എത്ര? 10.2 ഇലക്ട്രോൺ വോൾട്ട്. സോ ഈ ഒരു ഹൈഡ്രജൻ ഞാൻ അവിടെ കൊണ്ടുവെക്കുമ്പോൾ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന കളറിൽ, വിബ്ജിയോർ എന്നുള്ള കളറിൽ ഏതെങ്കിലും ഒരു കളറിൻ്റെ എനർജി, എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, എനർജി എന്താ? E = hν. എനർജി എന്ന് പറഞ്ഞാൽ അറിയാം, E = hν. hν എന്നുള്ള എനർജി ആരോ, അതാണ് hν. അപ്പോൾ നമ്മൾ പറയുന്നത്രേ ഉള്ളൂ, ഈ ഏതോ ഒരു കളറിൻ്റെ എനർജി ഞാൻ പറയാണ്. സപ്പോസ് റെഡിൻ്റെ എനർജി വിബ്ജിയോറിൽ വേണ്ട, വയലറ്റ് ബ്ലൂവിൻ്റെ എനർജി 10.2 ഇലക്ട്രോൺ വോൾട്ട് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ ചെയ്യുക? ഒരു ഇലക്ട്രോൺ ആ എനർജി വാങ്ങിയിട്ട് എന്ത് ചെയ്യും? മുകളിലേക്ക് ജമ്പ് ചെയ്യും, ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകും. അപ്പോൾ ആ കളർ എന്തുണ്ടാവില്ല? ആ കളറിൻ്റെ എനർജി അബ്സോർബ് ചെയ്തിട്ടാണ് ഇയാൾ മുകളിലേക്ക് പോകുന്നത്. സോ ഇവിടെ സ്ക്രീനിൽ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ആ കളർ അത് സ്ക്രീനിൽ കാണത്തില്ല. ഇതിനെ വിളിക്കുന്ന പേരാണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. ഇനി അബ്സോർപ്ഷൻ സ്പെക്ട്രത്തിൻ്റെ അവിടെ എടുത്തിരിക്കുന്ന ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കിയേ. ഇലക്ട്രോൺ അബ്സോർബ് ഓൺലി ദോസ് ഫോട്ടോൺ വോസ് എനർജി ഡിഫറൻസ് ഓഫ് 2 ഷെൽ. 2 ഷെല്ലിലുണ്ടാവുന്ന എനർജി ഡിഫറൻസ് നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള എനർജി കിട്ടിയാൽ മാത്രമേ ഇലക്ട്രോൺ എന്ത് ചെയ്യുള്ളൂ? ഏത് ലെവലിൽ നിന്നും അതിൻ്റെ സെക്കൻഡ് ലെവലിലേക്ക് ജമ്പ് ചെയ്യുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഫോർ എക്സാമ്പിൾ 13.6 - 1.51 ആണെങ്കിൽ നമുക്ക് എത്ര കിട്ടുക? 12.09 അല്ലേ കിട്ടുക? ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, E1 = -13.6, E3 = -1.51, ദെൻ E3 - E1 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? 12.09 ഇലക്ട്രോൺ വോൾട്ട്. അങ്ങനെ ഒരു വാല്യൂ കിട്ടുക.
അപ്പോൾ ഞാൻ പറയുകയാണ്, ഈ ഒരാൾ ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രോൺ എന്ത് ചെയ്തു, ഈ ഒരു എനർജി ലെവലിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇയാൾ എന്ത് ചെയ്യും, ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് മൂന്നാമത്തെ ഓർബിറ്റിലേക്ക് ജമ്പ് ചെയ്ത് പോകും. എന്ത് ചെയ്യും, ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് മൂന്നാമത്തെ ഓർബിറ്റിലേക്ക് ജമ്പ് ചെയ്യും. സോ ഈ ഡിഫറൻസ്, ഈ ഒരു എനർജി ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രം, ഈ ആ എനർജി കിട്ടിയാൽ മാത്രമേ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുള്ളൂ, എക്സൈറ്റ് ചെയ്ത് പോകുന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ആദ്യമേ അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഞാൻ ഒരു എക്സ്പെരിമെൻറ്റ് പറഞ്ഞതേ ഉള്ളൂ, അത് മനസ്സിലാക്കി വെക്കുക. പറഞ്ഞ പോയിന്റ് കിട്ടിയോ നിങ്ങൾക്ക്? അപ്പോൾ ഇലക്ട്രോണിന് ഈ ഒരു എനർജി ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഇലക്ട്രോൺ എന്ത് ചെയ്യും, ആ എനർജി വാങ്ങിയിട്ട് മുകളിലേക്ക് ജമ്പ് ചെയ്ത് പോയി നിൽക്കും. ഇതാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. ആ എനർജി ഗ്യാപ്പ് നിങ്ങൾ രണ്ടെണ്ണം പറ്റുകയാണെങ്കിൽ ഓർത്ത് വെക്കുക. E2 - E1 10.2 ഇലക്ട്രോൺ വോൾട്ട്, E2 - E1 is equal to 10.2 ഇലക്ട്രോൺ വോൾട്ട്, E3 - E1 is equal to 12.09 ഇലക്ട്രോൺ വോൾട്ട്. എടാ മനസ്സിലായോ? യെസ് ഓർ നോ? വേഗം പറഞ്ഞേ, യെസ് ഓർ നോ, വേഗം പറഞ്ഞേ. ഓക്കെ, ലിസൺ, എടാ നോക്കണേ. The ratio of energies of hydrogen atom in the first excited state to second excited state. നിങ്ങളതിൻ്റെ കീ കണ്ടിട്ടുണ്ടാവും, ഞാൻ വായിച്ചപ്പോൾ. റൈറ്റ്, എന്നാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. The ratio of energies of hydrogen atom, അപ്പം പേടിക്കേണ്ട ആവശ്യമില്ല. Z is equal to 1. പേടിക്കേണ്ട ആവശ്യമില്ല മീൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുഴപ്പമൊന്നുമില്ല, കാരണം Z is equal to 1 എടുക്കാം. ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റും സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റും തമ്മിലുണ്ടാകുന്ന എനർജി അല്ലേ ചോദിച്ചിരിക്കുന്നത്. വാട്ട്സ് ഇക്വേഷൻ ഫോർ എനർജി? -13.6 into Z² / n². Z² ഈസ് കോൺസ്റ്റൻറ്റ്. Z² -13.6 ഒക്കെ കോൺസ്റ്റൻറ്റ് ആണെങ്കിൽ എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു n². എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു n². ദാറ്റ് മീൻസ് റേഷ്യോ ഓഫ് ഫസ്റ്റ് എക്സൈറ്റഡും സെക്കൻഡ് എക്സൈറ്റഡും ഇസ് ഈക്വൽ ടു n2 / n1 ഹോൾ സ്ക്വയർ എന്നല്ലേ വരിക. എടാ ഞാൻ ചോദിക്കട്ടെ, ഫസ്റ്റ് എക്സൈറ്റഡ് എന്ന് പറയുന്ന സമയത്ത് ദ വാല്യൂ വിൽ ബി 2 ആയിരിക്കും. എന്നിൻ്റെ വാല്യൂ 2. ഫസ്റ്റ് എക്സൈറ്റഡ് എന്ന് പറയുമ്പോൾ എന്നിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 2 ആയിരിക്കും. സെക്കൻഡ് എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് കൂട്ടണം, അങ്ങനെ ആലോചിക്കുക. എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് കൂട്ടണം. സെക്കൻഡ് എക്സൈറ്റഡ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 2 + 1 3/2 ഹോൾ സ്ക്വയർ. ദാറ്റ് വിൽ ഗിവ് 9/4 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 3 9/4. ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. യെസ്, കിട്ടിയോ? ഫസ്റ്റ് എക്സൈറ്റഡ് എന്ന് പറയുമ്പോൾ 2 ആണ്. ഇത് ചിലപ്പോൾ എന്താ സംഭവിക്കാറിയോ, ഇതിൽ കുറേ ആൾക്കാർക്ക് പറ്റാൻ പോകുന്ന മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞുതരാം. എക്സാമാണ് ഇരിക്കുന്ന സമയത്ത് ഫസ്റ്റ് എക്സൈറ്റഡ് 1, സെക്കൻഡ് എക്സൈറ്റഡ് 2, 1/2 ഹോൾ സ്ക്വയർ, 2² എത്രയാണ്? 4. എന്നിട്ട് നേരെ ഓപ്ഷൻ ഡി മാർക്ക് ചെയ്യും. അത് തെറ്റിച്ച ആൾക്കാരും ഉണ്ട്, ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ മിസ്റ്റേക്ക് പറ്റരുത്. ദാറ്റ്സ് ഇറ്റ്. മിസ്റ്റേക്ക് പറ്റിയിട്ട് നിങ്ങളത് ക്ലിയർ ചെയ്ത് പഠിക്കുക. ദാറ്റ്സ് എ ബെറ്റർ ഓപ്ഷൻ. നല്ല വൃത്തിയിൽ ചെയ്ത് പഠിക്കുക. ഓർത്ത് വെക്കുക, എപ്പോഴും എക്സൈറ്റഡ് ആണോ ഓർബിറ്റ് ആണോ പറയുന്നതെന്ന് ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. ഇനി ഇത് നോക്ക്. ദ റേഷ്യോ ഓഫ് കൈനറ്റിക് എനർജി ടു ടോട്ടൽ എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ എ ബോർ ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ്. എടാ ഞാൻ പറയാണ്, കൈനറ്റിക് എനർജി +x ആണെങ്കിൽ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ -x അല്ലേ. കൈനറ്റിക് എനർജി +x ആണെങ്കിൽ ടോട്ടൽ എനർജി എത്രയാണ്? -x. സോ കൈനറ്റിക് എനർജി ഡിവൈഡ് ബൈ ടോട്ടൽ എനർജി വിൽ ഗീവ് x ഡിവൈഡ് ബൈ -x. x കട്ട് ചെയ്താൽ 1 ഡിവൈഡ് ബൈ -1 ഓർ 1:-1. സിമ്പിളായിട്ട് നമുക്ക് ഓപ്ഷൻ ബി മാർക്ക് ചെയ്തൂടെ. കൈനറ്റിക് എനർജി +x ആണെങ്കിൽ ടോട്ടൽ എനർജി -x. കൈനറ്റിക് എനർജി ബൈ ടോട്ടൽ എനർജി പറഞ്ഞാൽ x ഡിവൈഡ് ബൈ -x. ഞാൻ x എന്ന് എഴുതിയത് ആ ടൈം മൊത്തം എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ 1 ഡിവൈഡ് ബൈ -1 ദാറ്റ് വിൽ ഗീവ് 1:-1 എന്ന് കിട്ടും. യെസ്, ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓരോ ഐഡിയ ഇതിൽ ചോദിക്കാൻ ആൻസറുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് കടന്നു പോവാം. ഓക്കെ, റൈറ്റ്. വെൻ ഹൈഡ്രജൻ ആറ്റം ഈസ് റേസ്ഡ് ഫ്രം ഗ്രൗണ്ട് സ്റ്റേറ്റ് ടു തേർഡ് സ്റ്റേറ്റ്. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് അവിടെ നല്ല തന്നെ റൈറ്റ്. ഹൈഡ്രജൻ ആറ്റം ഈസ് റേസ്ഡ് ഫ്രം ഗ്രൗണ്ട് സ്റ്റേറ്റ് ടു തേർഡ് സ്റ്റേറ്റ് എന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് തേർഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്താ? ഗ്രൗണ്ട് സ്റ്റേറ്റിൽ എന്നിൻ്റെ വാല്യൂ 1 ആണ്, തേർഡ് സ്റ്റേറ്റ് ആകുമ്പോൾ എന്നിൻ്റെ വാല്യൂ 3 ആണ്. അപ്പോൾ 1ൽ നിന്ന് 3ലേക്ക് നമ്പർ കൂടുതലേ ചെയ്തത്, എന്നിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തു. എന്നിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്താൽ വാട്ട് ഹാപ്പൻസ്? നിങ്ങൾ ആലോചിച്ച് വെക്കുക. കൈനറ്റിക് എനർജീൻ്റെ ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. എന്താ ഇക്വേഷൻ? 13.6 into Z² / n². പൊട്ടൻഷ്യൽ എനർജീൻ്റെ ഇക്വേഷൻ -13.6 into 2 into ആ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ മറന്നോളൂ കേട്ടോ. -2 into 13.6 into Z² / n². ലിസൺ, ഇവിടെ എന്നിൻ്റെ വാല്യൂ കൂടുമ്പോൾ കൈനറ്റിക് എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/n². കൈനറ്റിക് എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/n² ആണ്. ദെൻ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു -1/n² ആണ്.
അപ്പോൾ നിങ്ങൾ ആലോചിച്ച് വെക്കുക, ഇവിടെ എന്നിൻ്റെ വാല്യൂ കൂടുമ്പോൾ കൈനറ്റിക് എനർജി എന്ത് ചെയ്യും? കുറയും. ഇവിടെ എന്നിൻ്റെ വാല്യൂ കൂടുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കുറയും. എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ. നെഗറ്റീവ് വാല്യൂ എന്ന് പറയുന്ന സമയത്ത് അത് കൂടുതലേ ചെയ്യുക. ഓക്കെ, ലിസൺ. തേർഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ 4 ആണ് കേട്ടോ വരിക. തേർഡ് സ്റ്റേറ്റ് എന്നുള്ള ഉദ്ദേശമാണ് തേർഡ് ഓർബിറ്റ് എന്നും വരാം. തേർഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 4 വരാം. സോ ലിസൺ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക്. നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, റേസ്ഡ് ഫ്രം ഗ്രൗണ്ട് സ്റ്റേറ്റ് തേർഡ് സ്റ്റേറ്റ് എന്ന് തേർഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 4 ആണ് എടുക്കേണ്ടത് കേട്ടോ. അവിടെ എക്സൈറ്റഡ് കൂടി വരണം, എന്നാലേ പെർഫെക്റ്റ് ആവുള്ളൂ. ഇനി ഞാൻ പറയാം, എന്നിൻ്റെ വാല്യൂ കൂടുതലേ ചെയ്യുക. ഗ്രൗണ്ടിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ എന്നിൻ്റെ വാല്യൂ കൂടി. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, കൈനറ്റിക് എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എൻ സ്ക്വയർ. അപ്പോൾ എന്നിൻ്റെ വാല്യൂ കൂടുമ്പോൾ കൈനറ്റിക് എനർജി കുറയും. കൈനറ്റിക് എനർജി കുറയും നമുക്ക് ഉറപ്പിച്ച് പറയാം. കൈനറ്റിക് എനർജി ഡിക്രീസസ്. കൈനറ്റിക് എനർജി ഡിക്രീസസ്. കൈനറ്റിക് എനർജി ഡിക്രീസസ്. അതിലൊരു സംശയം വേണ്ട. ഇനി പൊട്ടൻഷ്യൽ എനർജി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എൻ സ്ക്വയറാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, സാറേ എന്നിൻ്റെ വാല്യൂ കൂടുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കുറയല്ലേ ചെയ്യുക? കുറയാണ് ചെയ്യുക. പക്ഷേ അത് നെഗറ്റീവ് ടൈം ആകുമ്പോൾ നമ്മൾ എങ്ങനെ പറയാം? ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. -10/4 അങ്ങനെ ആലോചിക്കാം. -10/2 -10/4 12 കൊടുത്താൽ കുറച്ചും കൂടി ഈസി ചെയ്യല്ലേ. -12/2 -12/4 ആൻഡ് -12/6. -12/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -6 -3 ആൻഡ് -2. നിങ്ങൾ ആലോചിക്കും, ഇതിലേതാ വലിയ വാല്യൂ? ഇവിടെ ഈ വാല്യൂ ഇങ്ങനെ കൂടുമ്പോൾ ഈ വാല്യൂ എന്താ ചെയ്യുന്നത്? വലുതാവല്ലേ ചെയ്യുന്നത്. -6 ആണോ -3 ആണോ -2 ആണോ വലുത്? -2 ആണ് ഏറ്റവും വലുത്. ദാറ്റ് മീൻസ് എന്നിൻ്റെ വാല്യൂ കൂടുമ്പോൾ ആ വാല്യൂ എന്താ ചെയ്യുക? കൂടുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഹൈറ്റ് കൂടുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കൂടും എന്നുള്ള കാര്യം ആലോചിക്കുക. ദാറ്റ് മീൻസ് എന്നിൻ്റെ വാല്യൂ കൂടുമ്പോൾ ഹിയർ കൈനറ്റിക് എനർജി ഡിക്രീസസ്, പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസസ്. എന്നിൻ്റെ വാല്യൂ കൂടുമ്പോൾ കൈനറ്റിക് എനർജി ഡിക്രീസസ്, പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസസ്. ദ ആൻസർ വിൽ ബി ഓപ്ഷൻ 3 എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ്. The ratio of energies of hydrogen atom in its first excited state to third excited state. എടാ, റേഷ്യോ ഓഫ് എനർജി അല്ലേ ഫോർ ഹൈഡ്രജൻ ആറ്റം ആവുന്ന സമയത്ത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അഗെയിൻ 1/n². സോ എനർജി ഇൻ ദ ഫസ്റ്റ് എക്സൈറ്റഡ് എന്ന് പറയുമ്പോൾ 2 ആണ്. തേർഡ് എക്സൈറ്റഡ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 4 ആണ്. ദാറ്റ് വിൽ ഗീവ് n4 / n2 ഹോൾ സ്ക്വയർ. n4 എന്ന് പറയുമ്പോൾ 4/2 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. 4/2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക? 4/2 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 സ്ക്വയർ എത്രയാണ്? 4 തന്നെ കിട്ടും. ദാറ്റ് വിൽ ബി ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 2 കിട്ടും. സിമ്പിൾ അല്ലേ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈസിലി അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലേ? ഓക്കെ ലിസൺ. ഇപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ പോയിന്റുകൾ ആലോചിക്കുക. നമ്മൾ നേരത്തെ ഒരു കേസ് പറഞ്ഞായിരുന്നു, അബ്സോർപ്ഷൻ സ്പെക്ട്രം. എനർജി ഈക്വൽ ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അയാൾ എനർജി അബ്സോർബ് ചെയ്യുന്നവർ എന്ത് ചെയ്യും? മുകളിലേക്ക് ജമ്പ് ചെയ്ത് പോകും. ഇയാളിപ്പോൾ മുകളിൽ പോയി നിൽക്കുന്ന ആൾ അവിടെ ഉണ്ട് വിചാരിക്കും. ഇയാൾ മുകളിലേക്ക് എത്തുന്ന സമയത്ത് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാലാണ് ഇയാൾക്ക് മനസ്സിലാവുക ഇയാൾ സ്റ്റേബിൾ അല്ല എന്നുള്ളത്. ഇയാൾ സ്റ്റേബിൾ അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇയാൾ സ്റ്റേബിൾ അല്ലെങ്കിൽ എന്ത് ചെയ്യും? തിരിച്ച് അതിൻ്റെ പഴയ പൊസിഷനിലേക്ക് മൂവ് ചെയ്യും. ഇയാൾ സ്റ്റേബിൾ അല്ലെങ്കിൽ ഇയാൾ പഴയ പൊസിഷനിലേക്ക് ജമ്പ് ചെയ്യും, ഗ്രൗണ്ടിലേക്ക് തിരിച്ച് ജമ്പ് ചെയ്യും. അപ്പോൾ ഇയാൾ മുകളിൽ കിടക്കുന്ന ആൾക്ക് എനർജി ഉണ്ട്. ഇയാൾ എനർജിയുമായിട്ടാണ് മുകളിൽ പോയി നിൽക്കുന്നത്. ഈ മുകളിൽ നിന്നിട്ട് ഇയാൾ നോക്കും, ഇയാൾക്ക് സ്റ്റേബിലിറ്റി ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും? താഴത്തേക്ക് തിരിച്ച് പോവുക ചെയ്യാം. ഇലക്ട്രോൺ താഴത്തേക്ക് ജമ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കാറോ? ഇയാളെ കൈമേൽ എന്തുണ്ട്? ഓൾറെഡി എനർജി ഇല്ലേ? ആ എനർജി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? ആ എനർജി ഇയാൾ എന്ത് ചെയ്യും? പുറത്തേക്ക് കളയും ഇൻ ദ ഫോം ഓഫ് ഫോട്ടോൺ. അതാണ് എമിഷൻ സ്പെക്ട്രം. മനസ്സിലാക്കി വെക്കുക. ഒരു ലൈറ്റ് നമ്മളൊരു ഹൈഡ്രജൻ ട്യൂബിലൂടെ കടത്തി വിടുന്ന സമയത്ത് അതിൽ കുറച്ച് കളേഴ്സ് മിസ്സിംഗ് ആവും. ആ കളേഴ്സിന് ഈക്വൽ എനർജി വെച്ച് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? മുകളിലേക്ക് ജമ്പ് ചെയ്ത് പോയിട്ടുണ്ടാവും. ആ മുകളിൽ നിൽക്കുന്ന ഇലക്ട്രോൺസ് മുകളിൽ എത്തുമ്പോൾ മനസ്സിലാവും ഇയാൾ സ്റ്റേബിൾ അല്ല എന്നുള്ളത്. സ്റ്റേബിൾ അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇയാൾ എന്ത് ചെയ്യും? തിരിച്ച് ഗ്രൗണ്ടിലേക്ക് ജമ്പ് ചെയ്യും. അപ്പോൾ ഇയാൾ വാങ്ങി എനർജിയുമായിട്ട് മുകളിലേക്ക് പോയി ആ എനർജി താഴത്തേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? പുറത്തേക്ക് വിടും ഇൻ ദ ഫോം ഓഫ് ഫോട്ടോൺ. സോ അതാണ് നമ്മൾ പറഞ്ഞ പോയിന്റ്. അതാണ് എമിഷൻ സ്പെക്ട്രം. ഈ പറയുന്ന പോയിന്റ് വായിച്ചു നോക്കുക. ഓൾ അബ്സോർബ്ഡ് ഫോട്ടോൺസ് ആർ എമിറ്റഡ് ഇൻ എമിഷൻ സ്പെക്ട്രം. എല്ലാ അബ്സോർബ്ഡ് ഫോട്ടോൺസ് എന്താണ്? എമിറ്റ് ചെയ്യും. എമിഷൻ സ്പെക്ട്രത്തിൽ എമിറ്റ് ചെയ്യും. അവിടെ നിങ്ങൾ പഠിക്കേണ്ട ഈ റിലേഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഈ ഒരു ലെവൽ ഉണ്ടാവുന്ന എനർജി E2 ആണ്. ഈ ഒരു ലെവൽ ഉണ്ടാവുന്ന എനർജി E1 ആണ്. ദിസ് ഈസ് n is equal to 1 n is equal to 1 ഇത് n is equal to 2 ആണെന്ന് വിചാരിക്കും, വെറുതെ വിചാരിക്കും. സോ അവിടെ ഉണ്ടാവുന്ന E2 - E1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? hν കിട്ടുക. E2 - E1 is equal to hν. So where E1 is equal to -13.6 into z² / n1². E2 is equal to -13.6 into z² divided by n2². സോ ഇക്വേഷൻ്റെ ഫോമിലേക്ക് എഴുതുകയാണെങ്കിൽ n1 n2 എന്നാക്കിയാൽ മതി. n1 and n2.
അപ്പോൾ ഇവ തമ്മിൽ ഡിഫറൻസ് എടുത്താൽ നമ്മൾ സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഇക്വേഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. റിസൾട്ട് ബൈ ഹാർട്ട് പഠിക്കണേ. 1/λ ഓർ മ്യൂ ബാർ എന്ന് വിളിക്കുന്ന പേരാണ് വേവ് നമ്പർ. എന്താ വിളിക്കാം? വേവ് നമ്പർ. r ഇൻറ്റു z സ്ക്വയർ ഇൻറ്റു 1/n1² മൈനസ് 1/n2². ഈ 1/r വാല്യൂ 91 നാനോമീറ്റർ എന്ന് ഓർത്ത് വെക്കുക, ഓർ 910 ആങ്സ്ട്രോങ് എന്ന് ഓർത്ത് വെക്കുക. r എന്ന് പറഞ്ഞാൽ 10⁻⁷ പെർ മീറ്റർ ആണ്. ആറിൻ്റെ വാല്യൂ എത്രയാണ്? 10⁻⁷ പെർ മീറ്റർ. സോ ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കുക, ബെറ്റർ ആണ്. z സ്ക്വയർ ഫോർ ഹൈഡ്രജൻ 1 ആണെങ്കിൽ r ഇൻറ്റു 1/n1² മൈനസ് 1/n2². 1/λ is equal to r ഇൻറ്റു 1/n1² മൈനസ് 1/n2² എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ ഈ പറഞ്ഞ പോയിന്റ്? എനർജി ഇതാ ഇവിടെ നിൽക്കുന്ന ഇലക്ട്രോൺ ഒരു എനർജി ഉണ്ടാവും. ഈ ഇലക്ട്രോൺ താഴത്തേക്ക് വരുന്ന സമയത്ത് എനർജിയെ എന്ത് ചെയ്യും? പുറത്തേക്ക് കളയും. ഇൻ ദ ഫോം ഓഫ് ഫോട്ടോൺ ഈസ് ഈക്വൽ ടു h nu. ഈ പുറത്തേക്ക് കളഞ്ഞ എനർജി എന്ന് പറഞ്ഞാൽ ഇവ തമ്മിലുണ്ടാവുന്ന ഗ്യാപ്പല്ലേ? ഇവ തമ്മിലുള്ള ഗ്യാപ്പിൽ ഉള്ള എനർജി ആയിട്ടാണ് ഇയാൾ ആ എനർജി കിട്ടിയാൽ ഇയാൾ മുകളിൽ പോകുള്ളൂ. അപ്പോൾ പുറത്തേക്ക് പോയ എനർജി പറഞ്ഞാൽ ഇവ തമ്മിലുണ്ടാവുന്ന എനർജി ഡിഫറൻസ് ആണ്. അതാണ് E2 മൈനസ് E1 is equal to h nu എടുത്ത് അങ്ങനെ നമ്മൾ സോൾവ് ചെയ്ത് നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കി. എന്താ ഇക്വേഷൻ? ന്യൂ ബാർ is equal to 1/λ is equal to r into z square into 1/n1² മൈനസ് 1/n2². അടുത്തൊരു പോയിന്റ് ലിസൺ. നിങ്ങൾ ആലോചിച്ചാൽ മതി, ഇവിടെ -13.6 ആണ്, -3.4 ആണ്, -1.51 ആണ്, -0.85 ആണ്, -0.54 ആണ്. അപ്പോൾ ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾ ആലോചിക്കാം. ഇയാൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യുന്നു, ഇയാൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജമ്പ് ചെയ്യും, ഇങ്ങനെ ജമ്പ് ചെയ്ത് വരികയെന്ന് വിചാരിക്കും. സോ അവിടെ ഉണ്ടാകുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് നിന്ന് ജമ്പ് ചെയ്യുമ്പോൾ എന്താണ്? തൊട്ടടുത്ത് നിന്ന് ജമ്പ് ചെയ്യുമ്പോൾ എനർജി എന്തായിരിക്കും? മിനിമം ആയിരിക്കും. വേവ് ലെങ്ത് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. വേവ് ലെങ്ത് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. ഓർത്ത് വെക്കണേ, തൊട്ടടുത്തുനിന്ന് ജമ്പ് ചെയ്യുമ്പോൾ ഇത് 1 ആണെങ്കിൽ മറ്റവൻ 2 ആയിരിക്കണം, ഇത് 2 ആണെങ്കിൽ മറ്റവൻ 3 ആയിരിക്കണം, ഇത് 3 ആണെങ്കിൽ മറ്റവൻ 4 ആയിരിക്കണം. തൊട്ടടുത്തുനിന്ന് ജമ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, എന്താണ്? തൊട്ടടുത്തുനിന്ന് ജമ്പ് ചെയ്യുന്ന സമയത്ത് എനർജി മിനിമം ആയിരിക്കും, വേവ് ലെങ്ത് മാക്സിമം ആയിരിക്കും. ഇനി ഇൻഫിനിറ്റി എന്നാണ് ജമ്പ് ചെയ്യുന്നത് വിചാരിക്കും. ഇൻഫിനിറ്റി എന്നാണ് ജമ്പ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റ്, എനർജി മാക്സിമം ആയിരിക്കും, പക്ഷേ വേവ് ലെങ്ത് എന്തായിരിക്കും? മിനിമം ആയിരിക്കും. എനർജി മാക്സിമം ആയിരിക്കും, വേവ് ലെങ്ത് മിനിമം ആയിരിക്കും. ഇൻഫിനിറ്റിയിൽ നിന്ന് ജമ്പ് ചെയ്യുന്ന സമയത്ത് എനർജി മാക്സിമം ആയിരിക്കും, വേവ് ലെങ്ത് മിനിമം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇതിന് ഇക്വേഷൻ എടുക്കുന്ന സമയത്ത് വി നോ ദാറ്റ് 1/λ is equal to r into 1/n1² മൈനസ് 1/n2². ഫോർ ഹൈഡ്രജൻ്റെ കേസാട്ടോ പറയുന്നത്. n2ൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആവുന്ന സമയത്താട്ടോ, n1ൻ്റെ വാല്യൂ അല്ല, n2ൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആവുന്ന സമയത്ത് ഈ ടേം ഉണ്ടാവുമോ? ഇല്ല. സോ 1/λ is equal to r divided by n1 പകരം n കൊടുക്കാം. സോ λ is equal to n²/r. λ is equal to n²/r. ഇതെന്തായിരിക്കും? മിനിമം ആയിരിക്കും. ഇതാണ് വേവ് ലെങ്ത് മിനിമം കണ്ടീഷൻ. ഇതിനെ വിളിക്കുന്ന പേരാണ് ലാസ്റ്റ് ലൈൻ. എന്താ വിളിക്കുക? ലാസ്റ്റ് ലൈൻ. അതേപോലെ തൊട്ടടുത്തുനിന്ന് ജമ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേവ് ലെങ്ത് മാക്സിമം ആയിരിക്കും. അതിനൊരു ഇക്വേഷൻ ഉണ്ട്, n² into n+1 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2n+1 into r. ഇതിനെ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് ലൈൻ. ഈ രണ്ട് കാര്യം ഓർത്ത് വെക്കുക, മാക്സിമം വേവ് ലെങ്ത്തും മിനിമം വേവ് ലെങ്ത്തും. മാക്സിമം വേവ് ലെങ്ത്ത് എപ്പോഴാണ്? തൊട്ടടുത്തുനിന്ന് ജമ്പ് ചെയ്യുമ്പോൾ. മിനിമം വേവ് ലെങ്ത്തോ ഇൻഫിനിറ്റിന്ന് താഴത്തേക്ക് ജമ്പ് ചെയ്യുമ്പോൾ. ഇങ്ങനെ ആലോചിച്ച് വെക്കുക കേട്ടോ. ഈ രണ്ട് ഇക്വേഷൻസ് ഓർത്ത് വെക്കുക. ആ രണ്ട് ഇക്വേഷൻസ് സെപ്പറേറ്റ് ഞാൻ ഇവിടെ പറയുന്നുണ്ട്, നോക്കണേ. ഇതാ സെപ്പറേറ്റ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. മാക്സിമം സ്പെക്ട്രൽ ലൈൻ അല്ലെങ്കിൽ ഫസ്റ്റ് ലൈനാണ് n² into n+1 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2n+1 മാക്സിമം വേവ് ലെങ്ത്ത്. മിനിമം ആണെങ്കിൽ മിനിമം എനർജി ആയിരിക്കും, മിനിമം ആണെങ്കിൽ മിനിമം വേവ് ലെങ്ത് ആയിരിക്കും, എനർജി മാക്സിമം ആയിരിക്കും. യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ലാംഡ മിനിമം n²/r. രണ്ട് പ്രാവശ്യം നിങ്ങൾ എഴുതി വെക്കുക. ലാംഡ മാക്സിമം ആണെങ്കിൽ n² into n+1 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2n+1 into r ആയിരിക്കും. ലാംഡ മിനിമം ആണെങ്കിൽ n²/r ആയിരിക്കും. ലാംഡ മിനിമം ആണെങ്കിൽ എന്താ വരിക? n²/r ആയിരിക്കും. ഈ രീതിയിൽ നിങ്ങളത് ഓർത്ത് വെക്കുക. ദിസ് ഈസ് ലാസ്റ്റ് ലൈൻ, ഇൻഫിനിറ്റിന്ന് വരുന്ന ലൈൻ. ഇത് തൊട്ടടുത്തുള്ള ലൈൻ, ഫസ്റ്റ് ലൈൻ എന്നുള്ള കാര്യം ഓർക്കുക കേട്ടോ. റൈറ്റ്. അങ്ങനെയാണ് ഇത് ചോദ്യം നോക്കുക നിങ്ങൾ. ഇഫ് ദ ഇലക്ട്രോൺ ഇൻ ഹൈഡ്രജൻ ആറ്റം ജംപ്സ് ഫ്രം തേർഡ് ഓർബിറ്റ് ടു സെക്കൻഡ് ഓർബിറ്റ്. എവിടെ നിന്ന് എങ്ങോട്ടേക്കാണോ ജമ്പ് ചെയ്യുന്നത് അതാണ് എന്നിൻ്റെ വാല്യൂ. എവിടേക്കാണോ ജമ്പ് ചെയ്യുന്നത് അതാണ് എന്നിൻ്റെ വാല്യൂ. സോ ഹിയർ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. വേവ് ലെങ്ത് ഓഫ് ദ എമിറ്റഡ് റേഡിയേഷൻ ഈസ് ഗിവൺ ബൈ, എടാ തൊട്ടടുത്തുനിന്നല്ലേ ജമ്പ് ചെയ്ത്, തേർഡിൽ നിന്ന് 2ലേക്കല്ലേ ജമ്പ് ചെയ്ത്, തേർഡിൽ നിന്ന് 2ലേക്ക് ഫസ്റ്റ് തൊട്ടടുത്ത് ജമ്പിങ് ആണെങ്കിൽ വേവ് ലെങ്ത് മാക്സിമം അല്ലേ? ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? ലാംഡ മാക്സിമം is equal to എൻ്റെ കൂടെ തന്നെ എഴുതാം, n² into n+1 ഹോൾ സ്ക്വയർ into 2n+1 into r, where n is equal to 2 ആണെങ്കിൽ 2² into 2+1 3² divided by 2 into 2+1 into r.
അപ്പോൾ 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ, 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് കൂടെ 4 ഇൻറ്റു 9 ഡിവൈഡ് ബൈ 5r, ദാറ്റ് വിൽ ഗിവ് 36 ഡിവൈഡ് ബൈ 5r, 36 ഡിവൈഡ് ബൈ 5r. ഓക്കെ ഈസാണ്. അപ്പോൾ എനർജി ലെവലിൽ നിന്ന് ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും ജമ്പ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഇങ്ങനെ വേണം ചെയ്യാൻ. പുറത്തേക്ക് എമിറ്റ് ചെയ്ത റേഡിയേഷൻ്റെ വേവ് ലെങ്ത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. തൊട്ടടുത്തുനിന്നാണ് ജമ്പിങ് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ലാംഡ മാക്സ് യൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഓർക്കേണ്ട പോയിന്റ്, എവിടെ നിന്ന് എങ്ങോട്ടേക്കാണോ ജമ്പ് ചെയ്യേണ്ടത്, 3rd നിന്ന് 2ലേക്കാണെങ്കിൽ 2 ആണ് n ആക്കി എടുക്കേണ്ടത്. ഇപ്പോൾ 5ൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ 1 ആണ് n ആക്കി എടുക്കേണ്ടത്. അങ്ങനെ ഓർത്ത് വെക്കുക കേട്ടോ. ആൻസർ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. യെസ്. ഇനി നിങ്ങൾ പഠിക്കേണ്ട ലൈൻ സ്പെക്ട്രം ഓർമ്മ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് 2-ന്നോ 3-ന്നോ 4-ന്നോ ഒക്കെ വരുന്നത് ഫസ്റ്റിലേക്കാണെങ്കിൽ, ഫസ്റ്റ് ഓർബിറ്റിലേക്കാണ് വരുന്നതെങ്കിൽ നിങ്ങൾ പഠിക്കണം, അതിന് വിളിക്കുന്ന പേരാണ് ലൈമാൻ. വരുന്നത് 2ലേക്കാണെങ്കിൽ, രണ്ടാമത്തെ ഓർബിറ്റ് ലെവലിലേക്കാണ്, രണ്ടാമത്തെ എനർജി ലെവലിലേക്കാണ് വരുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ബാമർ. മൂന്നാമത്തെ ഓർബിറ്റിലേക്ക് വരികയാണെങ്കിൽ പാഷൻ, നാലാമത്തിലേക്ക് വരികയാണെങ്കിൽ ബ്രാക്കറ്റ്, 5ലേക്ക് വരികയാണെങ്കിൽ ഫണ്ട്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഫസ്റ്റ് കേസിൽ ഇവിടെ 1/n1ൻ്റെ വാല്യൂ ഇവിടെ 1 ആണ്, n2ൻ്റെ വാല്യൂ 2 വരാം, 3 വരാം, 4 വരാം, ഇൻഫിനിറ്റി വരെ വരാം. ഇത് 2 ആണ്. ഇവിടെ 3 വരാം, 4 വരാം, 5 വരാം, 60 വരാം. ഇൻഫിനിറ്റി വന്നിട്ടുണ്ടെങ്കിൽ അത് മിനിമം വേവ് ലെങ്ത്തും, തൊട്ടടുത്തുനിന്നാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും മാക്സിമം വേവ് ലെങ്ത്തും. സോ ഇതിൻ്റെ വാല്യൂസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഈ വാല്യൂസ് ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് 1 ആണ്, n1ൻ്റെ വാല്യൂ 1 ആണ്, ഇത് 2 ആണ്, ഇത് 3 ആണ്, ഇത് 4 ആണ്, 5 ആണ്, ഇത് ലൈമാൻ ആണ്, ബാമർ ആണ്, പാഷൻ ആണ്, ബ്രാക്കറ്റ് ആണ്, ഫണ്ട് ആണ്. ഓർക്കുക, ലൈമാൻ ലൈ ചെയ്യുന്നത് അൾട്രാ വയലറ്റ് ആണ്, ബാമർ ലൈ ചെയ്യുന്നത് വിസിബിൾ ആണ്, പാഷനും ബ്രാക്കറ്റും ഫണ്ടൊക്കെ ലൈ ചെയ്യുന്നത് ഇൻഫ്രാറെഡിലാണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ലൈമാൻ ഈസ് ലൈൻസ് ഇൻ അൾട്രാ വയലറ്റ്, ബാമർ ഈസ് ഇൻ വിസിബിൾ, ബാക്കി അതർ 3 ആർ ഇൻ ഇൻഫ്രാറെഡ് ആണെന്നുള്ള ഓർത്ത് വെക്കുക. ലൈമാൻ എന്ന് പറയുമ്പോൾ n1 1 ആണ്, ബാമർ എന്ന് പറയുമ്പോൾ n1 2 ആണ്, പാഷൻ എന്ന് പറയുമ്പോൾ 3 ആണ്. അങ്ങനെ ഓർത്ത് വെക്കുക കേട്ടോ. റൈറ്റ്. ഇനി ക്വസ്റ്റ്യൻ നോക്കിക്കേ. The ratio of minimum to maximum wavelength of radiation emitted by transition of electron to ground state of for hydrogen atom. ഗ്രൗണ്ട് സ്റ്റേറ്റ് അല്ലേ പറഞ്ഞിരിക്കുന്നത്. എടാ ഞാൻ ചോദിക്കട്ടെ, ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്ന സമയത്ത് മിനിമം ആൻഡ് മാക്സിമം, ലാംഡ മാക്സിമൻ്റെ ഇക്വേഷൻ എന്താ? n² ഇൻറ്റു n+1 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2n+1 ഇൻറ്റു r. ലാംഡ മിനിമത്തിൻ്റെ ഇക്വേഷൻ എന്താ? n²/r അല്ലേ. നമ്മൾ ചോദിക്കുക എന്താ, എവിടെയൊക്കെ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്കല്ല വന്നിരിക്കുന്നത്. ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വന്നാൽ എൻ്റെ വില എത്രയാണ്? 1. ലൈമാൻ്റെ കണ്ടീഷനാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാം? 1 ഇൻറ്റു 2 സ്ക്വയർ ഡിവൈഡ് ബൈ 2 + 1 ഇൻറ്റു r, ദാറ്റ് വിൽ ഗീവ് 4 ഡിവൈഡ് ബൈ 3r എന്ന് കിട്ടും. 4 ഡിവൈഡ് ബൈ 3r. ഇനി ലാംഡ മിനിമം ആണെങ്കിലോ, എന്നിൻ്റെ വാല്യൂ 1 അല്ലേ, 1²/r, 1/r എന്ന് കിട്ടില്ലേ. ദാറ്റ് മീൻസ് ലാംഡ മാക്സിമം ഡിവൈഡ് ബൈ ലാംഡ മിനിമം എന്ന് പറഞ്ഞാൽ 4/3r ഇൻറ്റു തിരിച്ച് മൾട്ടിപ്ലൈ, റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ബൈ ചെയ്യുന്ന പകരം r/1 ചെയ്യുക. 6ഉം 6ഉം കട്ട് ചെയ്താൽ ആൻസർ വിൽ ബി 4/3. ചോദിച്ചിരിക്കുന്നത് മിനിമം ടു മാക്സിമ, നമ്മൾ കണ്ടിരിക്കുന്നത് മാക്സിമം ടു മിനിമം. അപ്പോൾ തിരിച്ചിടണം, ലാംഡ മിനിമം ഡിവൈഡ് ബൈ ലാംഡ മാക്സിമം എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ എടുക്കുക. സോ ആൻസർ വിൽ ബി 3/4. നമ്മളെടുത്തത് നേരെ മാക്സിമം ബൈ മിനിമ, അപ്പോൾ നമുക്ക് ആൻസർ 4/3 കിട്ടി. അപ്പോൾ തിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എന്താ കിട്ടുക? 3/4. എടാ പറയുന്ന കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? ഈ പഠിപ്പിച്ച ഇക്വേഷൻസ് കാര്യങ്ങൾ വെച്ചിട്ട് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് അറ്റൻഡ് ചെയ്യുക. ഈ പ്രോബ്ലംസ് തന്നെ മാക്സിമം റിവൈസ് ചെയ്യുക. ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക. ക്ലിയർ ആണോ? യെസ്. എടാ ഓക്കെ അല്ലേടാ? യെസ് ക്ലിയർ അല്ലേ? യെസ് ഓർണോ? വേഗം പറയും. ഓക്കെ ഓക്കെ ദെൻ നോക്കിയടാ, ഓൺ ദ വാരിയസ് സീരീസ് ഓഫ് ഹൈഡ്രജൻ സ്പെക്ട്രം ആയിക്കോട്ടെ, ദ വൺ വിച്ച് ലൈസ് കംപ്ലീറ്റ്ലി ഇൻ അൾട്രാ വയലറ്റ് റീജിയൻ. അൾട്രാ വയലറ്റ് റീജിയനിൽ കംപ്ലീറ്റ് ആയി ലൈ ചെയ്യുന്നത് ആരാ? ലൈമാൻ ആണോ, ബാമർ ആണോ, പാഷൻ ആണോ, ബ്രാക്കറ്റ്? അപ്പോൾ ഓർത്തുക, ലൈമാൻ ഈസ് ഇൻ അൾട്രാ വയലറ്റ്, ബാമർ ഈസ് ഇൻ വിസിബിൾ, ബാക്കി 3 എന്താണ്? ഇൻഫ്രാറെഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ആൻസർ എന്താ? ആൻസർ വിൽ ബി ലൈമാൻ സീരീസ് എന്ന് കിട്ടും. ഓക്കെ ദെൻ ദ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഓഫ് പാഷൻ, ബാമർ ആൻഡ് ലൈമാൻ സീരീസ് ആർ ഇൻ ദ റേഷ്യോ. ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് എന്ന് പറയുന്ന സമയത്ത് ലാംഡ മിനിമം, ലാംഡ മിനിമത്തിൻ്റെ ഇക്വേഷൻ എന്താ? n²/r, r ഈസ് കോൺസ്റ്റൻറ്റ്. സോ ലാംഡ പാഷൻ ഈസ് ടു ലാംഡ ബാമർ ഈസ് ടു ലാംഡ ലൈമാൻ ഇസ് ഈക്വൽ ടു np² ഈസ് ടു nb² ഈസ് ടു nl². എടോ പാഷൻ ആണെങ്കിൽ ലൈമാൻ ആകുമ്പോൾ 1², ബാമർ ആകുമ്പോൾ അതിൻ്റെ വാല്യൂ 2 ആണ്, പാഷൻ ആവുന്ന സമയത്ത് 3 ആണ്. സോ 3², 9:4:1 ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന മോഡൽ കണ്ടോ? സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, വെറുതെ
ഓക്കെ, എടാ ഇപ്പോൾ കേൾക്കുന്നില്ലേ? എടാ മക്കളെ കേൾക്കുന്നില്ലേ? ഓക്കെ, റെഡി ആയില്ലേ? ഓക്കെ, എടാ ഇതാണ് നമ്മൾ ഇന്ന് എടുത്ത മാക്സിമം കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത് ഇത്രയും ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഈ ടോപ്പിക്കുകൾ വെച്ചുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഞാൻ നോക്കട്ടെ നിങ്ങളെ ഗ്രൂപ്പിലേക്ക് കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഇട്ട് തരാൻ പറ്റുമോ നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസുകൾ ഒന്നും കൂടി പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക, എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടണം, നന്നായിട്ട് വർക്ക് ചെയ്യുക കേട്ടോ. വെറുതെ ഇങ്ങനെ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, എനിക്കിങ്ങനെ കിട്ടണം, നന്നായിട്ട് കിട്ടണം എന്നുള്ള ആഗ്രഹം മാത്രം പോരാ, നന്നായിട്ട് വർക്കും കൂടി ചെയ്യണം. ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഒന്നുകൂടി വർക്കൗട്ട് ചെയ്ത് അടിപൊളിയാക്കുക കേട്ടോ. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്ന പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഒന്നും കൂടി റിവൈസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി ചെയ്ത് സെറ്റാക്കണം കേട്ടോ. ക്യൂറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എടാ ഈ ഒരു ടോപ്പിക്കിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസുകൾ തന്നെയാണ് ക്യൂറ്റിന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഓപ്ഷൻ ആക്കിയിട്ട് റെഡിയാക്കി കൊണ്ടുവരികയാണ്. സോ ഈ ഒരു മോഡലുകൾ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ ആ തരുന്ന പഠിപ്പിക്കുന്ന കണ്ടൻറ്റ് വൃത്തിയിൽ പഠിക്കുക. ഓക്കെ ആണല്ലോ? നന്നായി പഠിക്കുക കേട്ടോ. ഓക്കെടാ, താങ്ക് യു, ബൈ.